പ്രിയമുള്ളവരെ, ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് നമ്മളോട് ഒരുമിച്ച് കൂടിയത് അള്ളാൻ്റെ ദീന് പറയാനാണ്, അവൻ്റെ തൗഹീദ് പറയാനാണ്. ഇത് സ്വാഭാവികമായും ഇന്ന് കവലയിൽ അങ്ങാടിയിൽ നടക്കേണ്ട ഒരു പ്രസംഗം, അള്ളാഹുവിൻ്റെ തീരുമാനം ഇവിടെ നടക്കാനാണ്. ഖദ്ദർ അല്ലാഹ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ഇതിനോട് വിയോജിപ്പുള്ള ആളുകളും ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടാവാം. ഏതെങ്കിലും അർത്ഥത്തിൽ മറ്റുള്ളവരെയൊക്കെ ഇകഴ്ത്തി മോശക്കാരായി സംസാരിക്കാനോ ഒന്നും നമ്മളുടെ സംസാരം കൊണ്ടുള്ള ഉദ്ദേശങ്ങളില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ദീനാണ് പറയണത്. ആ ദീന് പറയുമ്പോൾ ദീനിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ പ്രമാണങ്ങളാണ്. ആ ഉദ്ധരിക്കപ്പെടുന്ന തെളിവുകളെ നോക്കിയിട്ടാണ് നമ്മൾ ആ വിഷയത്തിനെ അവലംബിക്കുന്നത്. അതിനെ പഠിക്കേണ്ടതും ആ മേഖലയിൽ തന്നെയാണ്. മറ്റു ഭൗതികമായ ഏതെങ്കിലും രൂപത്തിലൂടെയുള്ള ഒരു സംഘടനാ വളർച്ചകളോ അതുമായി ബന്ധപ്പെട്ട ഒരു ഇലക്ഷൻ്റെ ചൂടിലൊക്കെയാണ് അത് ആറി വരുന്നേ ഉള്ളൂ നമ്മളിലേക്ക്. ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുവാനോ അതല്ലെങ്കിൽ ഭൗതികമായി ഏതെങ്കിലും ഒരു നേട്ടം ഒരു പ്രോഗ്രാം കൊണ്ട് സാമ്പത്തികമായി നേടിയെടുക്കുവാനോ ഒന്നും നമ്മുടെ ആരുടെയും ഉദ്ദേശമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ വേദി പോലും വളരെ ലളിതമാണ്. ഇവിടെ ഒരു അഡീഷണൽ ഒരു ടേബിള്, അവിടെ കുറച്ച് ഈത്തപ്പഴമോ കോഴിമുട്ടയോ തേനോ കൊണ്ടുവന്ന് അതൊരു വിൽപ്പന നടത്തി അതുകൊണ്ട് കുറച്ച് വരുമാനം ഉണ്ടാക്കാം എന്ന് നമ്മൾ ആഗ്രഹിക്കണില്ല. നാട്ടിൽ നടക്കുന്ന വാഴ പരമ്പരകൾക്കൊക്കെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും, പള്ളിയുടെ മതിൽ കെട്ടാൻ അല്ലെങ്കിൽ ഇതിന് ഫണ്ട് കണ്ടെത്താൻ. അങ്ങനത്തെ ഒരു പ്രോഗ്രാമുമല്ല. നമ്മളൊക്കെ യാസീൻ ചെറുപ്പകാലം മുതലേ ഓതി പരിചയമുള്ള ആളുകളാണ്. ആ സൂറത്ത് യാസീൻ പഠിക്കുമ്പോൾ, ഒരുപക്ഷെ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ മുബീൻ, രണ്ടാമത്തെ മുബീൻ, മൂന്നാമത്തെ മുബീൻ, അങ്ങനെ എളുപ്പം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പഠിക്കുക. ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതിലെ രണ്ടാമത്തെ മുബീന് തുടങ്ങുന്നൊരു ഭാഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രാമവാസികളിലേക്ക് അവൻ്റെ 2 പ്രവാചകന്മാരെ പ്രബോധനത്തിനായി പറഞ്ഞേക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തി തരികയാണ്. വദരിബ ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅഹൽ മുർസലൂൻ. ഒരു ഗ്രാമവാസികളിലേക്ക് അള്ളാഹു 2 പ്രവാചകന്മാരെ പ്രബോധനത്തിനായി നിയോഗിക്കുകയാണ്. പക്ഷേ ഫകദ്ദബൂഹുമാ, ആ 2 നബിമാരെയും അവര് കളവാക്കുന്നുണ്ട്. ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമതൊരു പ്രവാചകനെ കൊണ്ട് അവർക്ക് പ്രതാപം നൽകുന്നുണ്ട്, ആ നബിമാർക്ക് ശക്തി നൽകുന്നുണ്ട്. പക്ഷെ ആ ജനത അള്ളാഹു അയച്ച അള്ളാഹുവിൻ്റെ നബിമാരെ അവർ കണ്ട രീതി അള്ളാഹിന്റെ ഖുർആൻ പറയാൻ, അവരെ ഭീഷണിപ്പെടുത്തി, അവര് കളവാക്കി. അവസാനം ഈ 3 നബിമാരോടും കൂടെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളൊരു ദുഷ്ടഗുണമാണ്, നിങ്ങൾ ദുഷ്ടഗുണമാണ്. നബിമാരെ തിരിച്ചവരോട് പ്രതികരിച്ചു. ഖാലൂ ത്വാഇറുക്കും മഅക്കും, നിങ്ങൾ പറയുന്ന ദുഷ്ടഗുണം നിങ്ങളുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് അവർ അവസാനിപ്പിച്ചില്ല. വീണ്ടും അവർ പറഞ്ഞു, ഈ സംസാരം ഇവിടെ നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അടുത്തത് നിങ്ങളെ വേദനിപ്പിക്കലാണ്. നിങ്ങൾ ഞങ്ങളെ കല്ലെടുത്തെറിയും, വേദനാജനകമായ ശിക്ഷ നിങ്ങളെ അനുഭവിപ്പിക്കുന്നതാണ്. ലഇല്ലം തൻതഹീ ലനർജുമന്നകും വലയമസന്നകും മിന്നാ അദാബുൻ അലീം. ഇതിവിടെ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ കല്ലെടുത്തെറിയുക തന്നെ ചെയ്യും, വേദനാജനകമായ ശിക്ഷ നിങ്ങളെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആ നബിമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ, ആ സമയത്ത് അള്ളാന്റെ സൂറത്ത് യാസീൻ പറയുന്ന മറ്റൊരു വിഷയമുണ്ട്. ആ മദീനയുടെ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടി വന്ന് ഈ നബിമാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. വജാഅ മിൻ ഖുസൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി തബിഉൽ മുർസലീൻ. ആ മദീനയുടെ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്നൊരു മനുഷ്യൻ ഓടി വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇത്തബിഉൽ മുർസലീൻ,
ഈ ദൈവദൂതന്മാരെ നിങ്ങൾ പിന്തുടരണമെന്നാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുടരണേ. ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റാ. ആ നബിമാരുടെ ക്വാളിറ്റി എന്താണെന്നറിയുമോ? ആ നബിമാരുടെ യോഗ്യത എന്താണ്? ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റാ. ഒരു കൂലിയും അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, ഒരു വേതനവും അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അള്ളാഹുവിലേക്കുള്ള ക്ഷണമല്ലാതെ ജനങ്ങളോട് ഭൗതികമായിട്ടൊന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ രീതി. ആ രീതിയെ അവലംബിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ മുറ്റത്ത് നമ്മൾ സംഗമിച്ചത്. അള്ളാഹുവിന്റെ തൗഹീദ് പറയുന്നത്, അല്ലാതെ ഭൗതികമായിട്ടുള്ള ഒരു ചിന്തകളും ഇതിന്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളമോ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, പിന്നെ ജനങ്ങളോട് പറയാനുള്ള വിഷയം എന്താണ്? ജനങ്ങളോട് പറയാനുള്ള വിഷയം എന്താണ്? കാലാന്തരങ്ങളിലൂടെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ആ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനത്രമേൽ പ്രസക്തിയുണ്ട് ഇസ്ലാമിൽ എന്നുള്ളത് കൊണ്ടാണ്. ഇതിന്റെ സംഘാടകരായ നമ്മളും അറിയണം. നമ്മൾ പലപ്പോഴും പറയലുണ്ട്, നമുക്കെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണോ പറയാനുള്ളത്, അല്ലേ? ആളുകളും പറയും ഇവർക്കൊരു തൗഹീദ്. ആളുകളൊക്കെ പലപ്പോഴും സംസാരിക്കാറുള്ള വിഷയം അതാണ്. പക്ഷെ എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ തൗഹീദ് മാത്രമല്ല പറയണേ. തൗഹീദ് നമ്മളുടെ പ്രബോധനത്തിന്റെ പ്രഥമ വിഷയമാണ്. ലിബറലിസത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്നുണ്ട്. നാട്ടിലുള്ള അധാർമികതകൾക്കെതിരെ ശക്തമായി വിദ്യാർത്ഥി തലങ്ങളിലാണെങ്കിലും യുവജനങ്ങൾക്കിടയിലാണെങ്കിലും ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. സമൂഹത്തിൽ ഇടപെടേണ്ട മേഖലകളിൽ, ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മേഖലയിൽ അവിടെയും ശക്തമായി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ വിഷയം അത് ഇതിൻ്റെ ഇടയിലൊക്കെ കാലാന്തരങ്ങളിലൂടെ പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ മുഖ്യമായ വിഷയമാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ചത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. ആ ജനങ്ങളെ മുഴുവൻ വിളിച്ചു ചേർത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആദ്യമായി പറഞ്ഞ വാക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോലും അവർക്കിടയിൽ ശത്രുവായി മാറിയത്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രവാചകൻ നിന്ന് ആരുടെ ഭാഗത്ത് നിന്നറിയോ? ഏറ്റവും ആദ്യത്തെ പ്രവാചകൻ നിന്ന് അബൂലഹബിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്നൊരു വാക്കുണ്ട്, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദേ, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? അന്തല്ലദീ ഫറഖ്ത ജമാഅതനാ വസബ്ബബ്ത ആലിഹതനാ. നീ ഞങ്ങളുടെ സമൂഹത്തിനിടയിൽ, ജമാഅത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കടന്നു വന്നവനാണ്. ഞങ്ങളുടെ ഇലാഹുകളെ നീ കുറ്റം പറഞ്ഞവനാണ്. ആരെ പറ്റിയിട്ടാ പറഞ്ഞേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാൻ. ഈ വാക്കുകൾ എവിടെയെങ്കിലും കേട്ടുപരിചയമുണ്ടോന്ന് ആലോചിച്ച് നോക്കി. റസൂലുള്ള അവരോട് പറഞ്ഞ വിഷയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ അവര് പ്രവാചകനോട് തിരിച്ചു പറഞ്ഞ വാക്കെന്താണ്? നീ ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവനാണ്, നീ ഞങ്ങളുടെ ഇലാഹുകളെ കുറ്റം പറഞ്ഞവനാണ്. അള്ളാഹിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ഒരു ഇലാഹുകളെയും കുറ്റം പറഞ്ഞിട്ടില്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രവാചകന്റെ പ്രബോധനം അന്ന് തുടങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇനി അത് അവസാനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്ക, മക്കയിൽ അവതരിച്ച മുഴുവൻ സൂറത്തുകളുടെയും പ്രത്യേകത എന്തെന്നറിയോ? തൗഹീദിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വചനങ്ങളാണ് മക്കിയായ സൂറത്തുകളിലൂടെ കാണാം. മദീന കാലഘട്ടങ്ങളിലൂടെ അവതരിച്ച ആയത്തുകളിലും വഹികളിലുമാണ് ശരീഅത്തിന്റെ നിയമങ്ങൾ അവതരിക്കുന്നത് എങ്കിൽ അതിനിടയിൽ പോലും ആവർത്തിച്ചു വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രത്തോളം എന്നറിയോ? അള്ളാഹിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭങ്ങളിൽ മദീനയുടെ മസ്ജിദുൻ നബവിയില് അവസാനമായി ലോകത്തിന്റെ പ്രവാചകന് ഫളൽ ഇബ്നു അബ്ബാസ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിലൂടെ കൈവച്ചുകൊണ്ട്, നടക്കാൻ കഴിയാതെ കാലുകൾ ഇങ്ങനെ മണ്ണിലൂടെ വലിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബ് മസ്ജിദുൻ നബവിയിലൂടെ കടന്നു വന്ന് നമസ്കാരം നിർവഹിച്ചു. മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹിന്റെ അവസാനത്തെ നമസ്കാരമാ.
നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് ലോകത്തിന്റെ പ്രവാചകനെ വിളിക്കുന്നുണ്ട്. അയ്യുഹന്നാസ് വസബൂ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ മുഴുവനും പ്രവാചകനിലേക്ക് ചാടി വീഴുന്നുണ്ട്. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അഭിസംബോധനം ചെയ്ത് ആദ്യം പറഞ്ഞ വാക്ക് പോലും തൗഹീദ്. ആദ്യത്തെ വാക്ക് തൗഹീദാണ്. ഇവിടെ പറയുന്ന അവസാന നിമിഷങ്ങളില് റസൂലുള്ളാഹിന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെയും പ്രവാചകൻ പറഞ്ഞത് തൗഹീദാണ്. അതുകൊണ്ടാണ് സലഫികളെ സംബന്ധിച്ചിടത്തോളം ഈ തൗഹീദ് ഇങ്ങനെ ഇതിനൊരു അസ്തമനമില്ല. എന്റെ റസൂലുള്ള തൗഹീദ് പഠിപ്പിച്ച ഒരു ഉമ്മത്തിന്റെ മുമ്പിൽ ഉണ്ടായിട്ട് വീണ്ടും അവരോടത് ആവർത്തിക്കുന്ന എന്തുകൊണ്ടാണ്? എല്ലാ തിന്മകൾക്കെതിരെയും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അധാർമികതകൾക്കെതിരെയും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനിടയിലും ആ തൗഹീദ് വിട്ടുകൊണ്ടുള്ളൊരു പ്രബോധനത്തിന്റെ രീതിശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രവാചകന്റെ ഖുത്ബകളിൽ തൗഹീദും ആഖിറത്തും റിസാലത്തും ഇല്ലാത്ത സംസാരങ്ങൾ കടന്നു പോവാറുണ്ടായിരുന്നില്ല. അതാണ് മുത്തനബിയുടെ രീതി. ഇനി കാലങ്ങളിലൂടെ കടന്നു വന്ന പ്രവാചകന്മാരുടെ പ്രത്യേകത നോക്കി, ഇവിടെ നോക്കി ഹദീസുകളിലൂടെ കാണാം. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാലത്തിലൂടെ കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഏറ്റവും കാതലായ വിഷയം, ഏറ്റവും ശ്രേഷ്ഠമായ വിഷയം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റൊരു റിവായത്തിലൂടെ കാണാം വഹ്ദഹു ലാ ശരീക ലാ, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരനുമില്ല. എല്ലാ നബിമാരും ജനങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ്. ഇനി ആ വിഷയത്തിന്റെ കാമ്പെന്താന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി, അതിന്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കി നോക്കി. ഇപ്പൊ ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത്, കടപ്പാടുള്ളത് ആരോടാണ്? അല്ലാഹുവും റസൂലും കഴിഞ്ഞാല് ഉമ്മാനോടാണ്, ബാപ്പാനോടാണ്, അല്ലേ? ബന്ധങ്ങളുടെ വില എന്താണെന്നറിയാത്തൊരു കാലഘട്ടങ്ങളിൽ ഒരാൾ പ്രവാചകന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നുണ്ട്, മന്നഹക്കുന്നാസി ബിഹുസ്നി സഹാബാ, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത്, കടപ്പാടുള്ളത് ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ ഉമ്മാനോടാണ്. പിന്നെ ആരോടാണ് നബിയേ? അപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മാനോട്. മൂന്നാമതും പറഞ്ഞു നിന്റെ ഉമ്മ. നാലാമത് ആരോടാണെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു അത് നിന്റെ പിതാവിനോടാണ്. കാരണം എന്ത്? ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർച്ചലും അവരാണേ. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണേ. മരണസമാനമായ വേദന കൊണ്ട് പ്രസവിച്ചതും പ്രയാസത്തിന് മേലെ പ്രയാസം ചുമന്ന് ഗർഭം ചുമന്നതും 2 വർഷക്കാലം നിന്നെ പാലൂട്ടി വളർത്തിയതും ഉമ്മയാണ്. ഒരുപക്ഷേ ബാപ്പ ചെയ്യുന്ന കാര്യങ്ങൾ മക്കൾ കണ്ടു എന്ന് വരാ, ഉമ്മാന്റെ ത്യാഗങ്ങൾ കണ്ടിട്ടില്ല എന്ന് വരാ. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, അതുകൊണ്ടാണ് ആദ്യ 3 വട്ടം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മാക്കാണ് സ്ഥാനമെന്ന് പറയാനുള്ള കാരണമെന്ന്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ദീന് പറയാ, അവരോട് നിങ്ങൾ ചെയ്യുന്ന വാക്ക് പോലും നിങ്ങൾ പറയല്ലേ, അറപ്പോടുകൂടെ വെറുപ്പോടുകൂടെ നിങ്ങൾ നോക്കില്ലേ. എത്ര അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ പറക്കാനുള്ള കാലഘട്ടങ്ങൾ വന്നാലോ ആ ചിറകുകൾ താഴ്ത്തേണ്ടത് എവിടെയാ? വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മാ, കാരുണ്യത്തിന്റെ ചിറകുകൾ മാതാപിതാക്കൾക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കണേ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഖുർആൻ. പ്രിയമുള്ളവരെ, ഇത്രയും വലിയ സ്ഥാനമുണ്ട്, കടമയുണ്ട്, കടപ്പാടുണ്ട് മാതാപിതാക്കളോട്. എന്നാൽ എവിടെയൊക്കെ ഉമ്മാനോട് ബാപ്പാനോടുള്ള കടമ പറഞ്ഞോ, അതിന് മുമ്പ് അല്ലാഹു പറഞ്ഞു, അല്ലാഹ്
4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ ആയത്തിലോട് അല്ലാഹ് പറയുന്നുണ്ട്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണേ, അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കല്ലേ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ അതിനും മുകളിലാണ് അല്ലാഹ് 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 23-ാമത്തെ ആയത്തിലോ വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളുടെ രക്ഷിതാപിതാ വിധിച്ചിരിക്കുന്നു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കല്ലേ. മാതാപിതാക്കളോട് നന്മ ചെയ്യണേ എന്നാണെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്നറിയോ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാനോട് അടക്കവയ്യാത്ത സ്നേഹമുള്ള പൊന്നുമോനാണ്. പക്ഷേ ആ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ പുൽകുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുമ്പോ ആ മാതാവ് മകനോട് പറയുന്നുണ്ട്, മോനെ, നീ ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാത്ത കാലത്തോളം ഞാൻ നിന്റെ മുമ്പിലൂടെ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, പട്ടിണി കിടന്ന് നിന്റെ മുമ്പിലൂടെ പടഞ്ഞു മരിക്കുമെന്ന ഉമ്മ പറഞ്ഞപ്പോ ഉമ്മാനോട് സ്നേഹമുള്ളൊരു മോനിത് താങ്ങാൻ കഴിയുമോ? നേരെ പ്രവാചകന്റെ മുമ്പിലൂടെ കടന്നവരാണ്. അള്ളാന്റെ ഹബീബിനോട് വന്ന് പറയുന്നുണ്ട്, റസൂലേ, എൻ്റെ ഉമ്മ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ അള്ളാന്റെ വഹിയും കൊണ്ട് ജിബ്രീൽ കടന്നു വരികയാണ്. ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങുകയാണ്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലൂടെ കാണാ, അവർ രണ്ടുപേരും എന്നിൽ പങ്കു ചേർക്കാൻ പറഞ്ഞുകൊണ്ട് നിന്നോട് പറഞ്ഞാലെന്നല്ല, നിന്നോട് കൽപ്പിച്ചാലെന്നല്ല, നിന്നോട് ആഹ്വാനം ചെയ്താലെന്നല്ല, അവർ നിന്നോട് ജിഹാദ് ചെയ്താലേ പോലും ഫലാ തുതിഅഹുമാ, അവരെ രണ്ടുപേരെയും നീ അനുസരിക്കാൻ പാടില്ല. അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പറഞ്ഞുകൊണ്ട് അവർ നിന്നോട് പറഞ്ഞാൽ അവരെ നീ ആ വിഷയത്തിലൂടെ അനുസരിക്കല്ലേ. എന്നാൽ എന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞതല്ലേ, ഇനി എൻ്റെ ഒരു ആനുകൂല്യങ്ങളും അവര് പറ്റണ്ട എന്ന് തീരുമാനിക്കാനല്ല. വസ്വാഹിബഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, എന്തെല്ലാം നന്മകൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റോ അത് മുഴുവനും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നല്ലാന്റെ ഖുർആൻ. എന്തൊക്കെ നന്മകൾ ചെയ്തു കൊടുക്കാൻ പറ്റോ അത് മുഴുവനും അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ്. ഒരുപക്ഷെ അവർ അമുസ്ലിമീങ്ങളാണെങ്കിലോ അനന്തര സ്വത്ത് പോലും അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലെ അവർക്കുള്ള സ്വത്ത് നിങ്ങൾ വസിയ്യത്ത് ചെയ്യണേ എന്ന് പോലും പറഞ്ഞ മതമാണ് ഇസ്ലാം. പ്രിയമുള്ളവരെ, ചേർന്ന് പോലും നിങ്ങൾ പറയല്ലേ, വെറുപ്പോടുകൂടെ നിങ്ങൾ നോക്കല്ലേ, അവരെ നിങ്ങൾ വരട്ടല്ലേ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ദീനാണ് പറയുന്നത്. ശിർക്ക് ചെയ്യാൻ പറഞ്ഞ് ജിഹാദ് ചെയ്താൽ പോലും അനുസരിക്കണ്ട. ഈ ആയത്തിറങ്ങുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഉമ്മ, ഒന്നല്ല 100 ശരീരം എൻ്റെ ഉമ്മാക്ക് ഉണ്ടായിട്ട് ഓരോ ശരീരം എൻ്റെ മുമ്പിൽ വെച്ച് പടഞ്ഞു മരിച്ചാൽ പോലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ പ്രത്യേകത. എല്ലാ തിന്മകൾക്കെതിരെ സംസാരിക്കുമ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്കി, നബിമാർ ഇവിടെ വന്നു, അവർ തിന്മകൾക്കെതിരെ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ശക്തമായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം നൽകുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് അദ്ദേഹം കടന്നു വന്നത്. ആ തിന്മകൾക്കെതിരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് അവരോട് പറഞ്ഞൊരു വിഷയമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഫിർഔനിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടു പോയ ഇസ്രായേലി സമുദായത്തിന് എതിരെ
ആ സമുദായത്തിന് വേണ്ടി ഫിർഔനിനോട് മൂസ അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഫിർഔനിന്റെ കൊട്ടാരത്തില് നട്ടെല്ലോടെ നിവർന്നു നിന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഹോമോസെക്സ് എന്ന് പറയുന്ന സ്വർഗാനുരാഗം എന്ന് പറയുന്ന അറപ്പുളവാക്കുന്ന തിന്മക്ക് വേണ്ടി അടിമപ്പെട്ടു പോയ ഒരു ജനതക്കെതിരെ ശക്തമായി ആ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് അവരോട് പറഞ്ഞൊരു വിഷയമുണ്ടായിരുന്നു. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എന്തിനേറെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ യുദ്ധത്തിന്, മദ്യത്തിന്, വ്യഭിചാരത്തിന് അടിമപ്പെട്ടു പോയൊരു ജനതയോട് ഈ തിന്മകൾക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടപടലം മാറ്റിയിട്ടുണ്ട്. മദ്യത്തിന്റെ ചഷകത്തിൽ മുങ്ങിച്ചത്തുപോയ ഈച്ചയെ നോക്കിയിട്ട് നീ എത്ര ഭാഗ്യവാനെന്ന് കവിത പാടിയിരുന്ന ഒരു സമുദായത്തിനോട് മരിച്ചാല മുന്തിരിവള്ളിക്ക് താഴെ മറമാടണമെന്ന്, അതിന്റെ പേരിൽ നിന്ന് ഉറ്റുവീഴുന്ന ജലകണികകൾ നുരുമ്പിപ്പോയി ഞങ്ങളുടെ അസ്ഥികൾക്ക് ആസ്വാദനമേകുമല്ലോ എന്ന് കവിത പാടിയിരുന്നൊരു സമുദായത്തിനെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും സംസാരിച്ചിട്ടുണ്ട്. പറന്നു വീണത് പെൺകുഞ്ഞാണെന്നുള്ളതിന്റെ പേരിൽ അവരെ കുഴിച്ചു മൂടിയിരുന്ന ജനത 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 56-57 ആയത്ത് അവരെ പ്രവാചകൻ പരിവർത്തിപ്പിക്കുന്നു. ആ തിന്മകൾക്കെതിരൊക്കെ പറയുന്നു. വ്യഭിചാരത്തിന് വേണ്ടി വൃദ്ധകൾ അവരെ സമീപിക്കാൻ മടിയില്ലാതിരുന്നൊരു സമുദായത്തിനെ ആ തിന്മകളിൽ നിന്ന് അവരെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്ന് യുദ്ധത്തിന്റെ തലേരാത്രികളിൽ സ്വഹാബത്തിന്റെ ടെന്റുകളിലേക്ക് വേശ്യകളെ പറഞ്ഞു വിടുന്ന ശത്രുക്കള് ഇവർ വികാരമില്ലാത്ത മരത്തടികളാണോ എന്ന് തിരിച്ചു പറയുമാറ് അവരെ പരിവർത്തിപ്പിച്ചിട്ടുണ്ട്. അത്രയും വലിയ നവോത്ഥാനപരമായ മാറ്റങ്ങൾ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ബഹ്റൈനിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് യാത്രയിലെ ഫ്ലൈറ്റ് ഇങ്ങനെ സ്റ്റഡിയായ സമയത്ത് എൻ്റെ ബാക്ക് സീറ്റിൽ ഇരുന്ന ഒരുത്തൻ മദ്യം ആവശ്യപ്പെട്ടപ്പോൾ എയറോസ്റ്റസ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇത് സൗദി സ്കൈ ആണ്, ഇവിടെ മദ്യം വിളമ്പാൻ കഴിയില്ല എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയ ഒരു മാറ്റം നിങ്ങൾ നോക്കേ. വ്യോമപാതയിൽ വരെ ആ നിയമം അംഗീകരിക്കപ്പെടുമാറ് അള്ളാന്റെ ഹബീബ് ഇതിനെതിരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് അവരോട് പറഞ്ഞ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്കിൽ എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? സമൂഹത്തിന് എവിടെയാണ് അതിൽ പരാജയങ്ങൾ കടന്നു വന്നിട്ടുള്ളത്? ഞാൻ ഏറ്റവും ലളിതമായിട്ടൊരു വാക്ക്, ഏത് മതസ്ഥനും ഏത് ആദർശക്കാരനും മനസ്സിലാവുന്ന ഒരു വാക്ക്, വിശുദ്ധ ഖുർആനിലെ തൗഹീദിന്റെ ഒരു ബേസിക് തിയറി എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയാവുന്ന, ഏതൊരു സലഫികളായ മക്കൾക്കും ഹൃദ്യസ്ഥമായി അറിയാവുന്ന ഒരായത്താണ് സൂറത്ത് ബഖറയിലെ 21-22 ആയത്തുകൾ. ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ. ആയത്തിൽ അള്ളാഹു പറഞ്ഞൊരു വിഷയല്ലേ, യാ അയ്യുഹന്നാസ് അബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ മനുഷ്യരെ, ആരെയാ നിങ്ങൾ ആരാധിക്കേണ്ടതെന്നറിയുമോ? ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബെങ്കില് ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവികരെ ആരാണോ സൃഷ്ടിച്ചത് ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നാണ്. ആരാ നിങ്ങളെ പടച്ചത്? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂലിനെ ആരാധിക്കാമായിരുന്നു. അത് ഏതെങ്കിലും മഹാനായ വലിയായിരുന്നെങ്കിൽ ആ വലിയനെ ആരാധിക്കാമായിരുന്നു. അവരാരുമില്ല. അല്ലാഹ് പറയാ, ആരാണോ നിങ്ങളെ പടച്ചത് ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ പൂർവികരെ ആരാണോ സൃഷ്ടിച്ചത് അള്ളാഹിനെ നിങ്ങൾ ആരാധിക്കണം. അടുത്ത ആയത്തിൽ വീണ്ടും അല്ലാഹ് പറഞ്ഞത്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ആ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പായി സംവിധാനിച്ചവനാരോ, വസ്സമാഅ ബിനാഅ, ഉപരിഭാഗത്തെ മേൽക്കൂരയായി സംവിധാനിച്ചവനാരോ, അൻസല മിനസ്സമാഇ മാഅ, ഉപരിഭാഗത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നവനാരോ, ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, അതിൽ നിന്ന് നിങ്ങൾക്കുള്ള കായ്ക്കനികളെ ഭക്ഷണ പദാർത്ഥങ്ങളെ തന്നവനാരോ. അതേതെങ്കിലും ഒരു പടപ്പായിരുന്നെങ്കിൽ ആകാശത്തിന്റെ മേലാപ്പിനെ ക്രമീകരിച്ചവൻ, ഉപരിഭാഗത്തുനിന്ന് വെള്ളം തരുന്നവൻ, സസ്യലതാദികളെ മുളപ്പിച്ചവൻ, പഴവർഗ്ഗങ്ങളെ തരുന്നവൻ, ഇതൊക്കെ ഏകനായ റബ്ബായിരിക്കെ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അവിടെ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ ഖുർആനുൽ അലീമിൽ
എന്താണ് ഷിർക്ക് കൂടെ പറഞ്ഞു തന്നു. ഫലാ തജ്അലൂ ലില്ലാഹി അംദാദാ, അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ വെച്ചു പോകല്ലേ, അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ വെച്ചു പോകല്ലേ. ഇബ്നു കസീർ പറയാണ്, എന്താണ് അല്ലാഹ്ക്ക് സമന്മാരെ വെക്കുക എന്ന് പറഞ്ഞാൽ, എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ, തശ്ബീഹുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ് വതശ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ്. സൃഷ്ടിയെ സൃഷ്ടാവിനോട് സാദൃശ്യപ്പെടുത്തുമ്പോ, സൃഷ്ടാവിനെ സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്തുമ്പോ, അതാണ് അല്ലാഹ്ക്ക് സമന്മാരെ വെക്കലെങ്കിൽ അത് നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു കാണും പോലെ കാണുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു അറിയും പോലെ അറിയുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു കേൾക്കും പോലെ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു സഹായിക്കുന്ന പോലെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, അത് അല്ലാഹ്ക്ക് സമന്മാരെ വെക്കലല്ലേ. ചില ആളുകളൊക്കെ പറയും, അള്ളാന്റെ ഔലിയാക്കള് അല്ലാഹ് കാണും പോലെ കാണുന്നവരാണ്, അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുന്നവരാണ് എന്ന് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ പറയലുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് അതിനെ ഉപോത്ബലകമായിട്ട് കൊണ്ടുവരലേ സ്വഹീഹ് ബുഖാരിയിലെ ഖുദ്സിയായ ഒരു ഹദീസാണ്. അള്ളാഹുവിൻ്റെ അടിമകൾ സ്വാലിഹീങ്ങൾ അവനിലേക്ക് ഇബാദത്തുകളെ കൊണ്ടടുക്കുമ്പോൾ, അള്ളാഹു അവരിലേക്കും അടുക്കുമ്പോൾ അവരുടെ കണ്ണ് ഞാനാകും, അവരുടെ കാത് ഞാനാകും. പലപ്പോഴും ആ ഹദീസുമായി ബന്ധപ്പെട്ട് പലരും പറയും, അല്ലാഹ് കാണുന്ന പോലെ കാണും, അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കും എന്നതിന് വ്യാഖ്യാനം നൽകലുണ്ട്. അത് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ. കാരണം എന്താണ്? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹിനെ പോലെ ഒന്നുമില്ല, അള്ളാഹ്ക്ക് തുല്യം ഒന്നുമില്ല. പിന്നെന്താണ് ഇതിന്റെ അർത്ഥം? അത് ബുഖാരിയിലാണെങ്കിൽ ഹദീസിന്റെ ഷർഹ് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ അതിന്റെ ഷർഹ് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, അള്ളാന്റെ ഔലിയാക്കൾ ഒരു കണ്ണുകൊണ്ടവര് ഹറാം കാണൂല, അവരുടെ കാതുകളെ കൊണ്ടവര് ഹറാം കേൾക്കൂല. അങ്ങനെ അള്ളാന്റെ ഔലിയാക്കള്, അതാണ് അവരുടെ കണ്ണ് ഞാനാകും കാത് ഞാനാകും എന്ന് പറഞ്ഞാൽ, അല്ലാഹ് കാണും പോലെ കാണുമെന്നോ, അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്നോ, അള്ളാഹു സഹായിക്കുന്ന പോലെ സഹായിക്കുമെന്നോ വിശ്വസിച്ചാൽ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് തുല്യമായിട്ട് ആരുമില്ല. പക്ഷെ ഇങ്ങനൊക്കെ തൗഹീദ് പറഞ്ഞാലും നമ്മൾ എന്തുകൊണ്ടാണ് റബ്ബല്ലാത്തവരോട് തേടുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടായത്? ഇത് പറയുമ്പോൾ നമ്മളെന്താ പറയുന്നറിയോ? നമ്മുടെ അള്ളാഹിനെ പറ്റി പറഞ്ഞാലും അള്ളാഹിൻ്റെ വിശ്വാസം പറഞ്ഞാലും അള്ളാഹുവിൽ നിന്ന് വളരെ സിമ്പിളായി ആളുകൾ കൊതറി മാറിപ്പോകും. അത് ഞാൻ ഒരുപക്ഷെ നമ്മളിൽ സംഭവിക്കുന്നത് ഒരു നാടൻ ശൈലിയിൽ പറഞ്ഞെങ്കിൽ മനസ്സിലാവും. ഒരു ഉമ്മ കുട്ടീനെ തൊട്ടിലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കാൻ ഹസ്ബീ റബ്ബീ ജല്ലല്ലാഹ് മാ ഫീഹി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ? ചില തെറ്റിച്ചിട്ടൊക്കെ പറയും ഹസ്ബി റബ്ബി ജല്ലല്ലാ, എനിക്ക് അല്ല മതി, മാഫി കൽബി ഖൈറുല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നൂർ മുഹമ്മദ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അവിടേക്കൊന്നും പോണില്ല. പക്ഷെ എന്തായാലും ആ ഉമ്മ പറയണേൽ ഒരു കാര്യം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ കുട്ടീനെ ഇങ്ങനെ തൊട്ടിലാട്ടാൻ. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ താരാട്ട് പാട്ടി ആടുന്നതിൻ്റെ ഇടയിൽ കുട്ടിയുടെ തലങ്ങാനും തൊട്ടിലിൻ്റെ പുറത്തേക്ക് വീണാൽ അപ്പോൾ വിളിക്കും എൻ്റെ ബദരീങ്കളെ. അതുവരെ വിളിച്ചതാരേൻ? ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. തല തൊട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ അപ്പൻ്റെ ബദരീങ്കളെ. ഓക്കെ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. ഒരടിമക്ക് അല്ല പോരെ, ഒരടിമക്ക് അല്ല പോരെ. പ്രിയമുള്ളവരെ, ആപത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ വിളി തിരിയേണ്ടത് ആരോടാണ്? അല്ലാഹുവിലേക്കാണ്. അതുകൊണ്ടാണ് ഇലാഹ് ഇലാഹ് എന്ന് അല്ലാഹനെ പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ഒന്ന് കാല് വഴുതി താഴേക്ക് വീഴുമ്പോൾ നമ്മളുടെ നാവിൽ വരിക എൻ്റെ ബദരീങ്ങളെ എന്ന് നമ്മൾ വിളിക്കുക. എന്തെങ്കിലും ഒരു ആപത്തുണ്ടായ എൻ്റെ മൂപ്പരെ എന്ന് നമ്മൾ വിളിക്കുക. അതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കുറേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ഇനി എന്താണ് അതിൻ്റെ വിഷയം എന്നറിയോ? നമ്മൾ പറയും ഞങ്ങളതിന് അങ്ങനൊന്നും അല്ലല്ലാത്തവരൊന്നും വിളിക്കണില്ല. അതിന് ന്യായീകരണമായിട്ട് നമ്മൾ പറയാറുള്ളത് അത് പ്രാർത്ഥനയല്ല എന്നുള്ളതാണ്. അതൊരു അപേക്ഷയാണ്, അതിന് പ്രാർത്ഥന ഒന്നല്ലല്ലോ
എന്ന് നമ്മൾ പറയലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ സദസ്സുകളിലും ഇൽമിൻ്റെ സദസ്സിലും അതുപോലെ കഥാപ്രസംഗത്തിൻ്റെ സദസ്സിലും മജ്‌ലിസുന്നൂറിലൊക്കെ പോയിരുന്നു? പിന്നെ എന്തിനാ നമ്മൾ ആമീൻ പറഞ്ഞേ? പ്രാർത്ഥന ഇല്ലാത്ത അപേക്ഷയ്ക്ക് ലോകത്ത് ആരെങ്കിലും ആമീൻ പറയോ? നിങ്ങൾ സാധാരണ കേട്ടപ്പോൾ സ്വലാത്ത് നഗറിലെ ഖത്താബങ്ങളെ കണ്ണച്ചുടുത്ത്, തങ്ങളെ പാപികളാണ്, തങ്ങളെ ദോഷികളാണ്, തങ്ങളെ ആളുകളൊക്കെ ആമീൻ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. അപേക്ഷയ്ക്ക് ഞാനിപ്പോൾ എൻ്റെ മോളെ ഒരു സ്കൂളിൽ ചേർത്താൻ വേണ്ടി പോവാൻ, എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ടെന്ന് വിചാരിച്ചു. ഞാനൊരു പ്രിൻസിപ്പലോട് പറയാണ്, എൻ്റെ കുട്ടീനെ സ്കൂളിൽ ചേർത്തണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഉടനെ എൻ്റെ ഭാര്യ വലതു ഭാഗത്തുനിന്ന് പറഞ്ഞു ആമീൻ. പ്രിൻസിപ്പൾ പറയും, കുട്ടീനെയും കൊണ്ട് പോയിക്കോ, അത് തലക്ക് സുഖമില്ലാത്തൊരു ഫാമിലിയാണ്. അപേക്ഷക്കാർ ആമീൻ പറയും. കൃഷിഭവനിക്ക് കുറച്ച് ആൾക്കാർ, 10-15 ആൾക്കാർ മെമ്പറുടെ കീഴിൽ പോയിട്ട് പറയാൻ, ഞങ്ങളുടെ ഈ വാർഡിലുള്ള 50 പേർക്ക് വിത്ത് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ബാക്കിൽ ജമാഅത്തായിട്ടെന്ന് 14 ആൾക്കാർ ആമീൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. അപേക്ഷക്കാരും ആമീൻ പറയണില്ല, പ്രാർത്ഥനക്കാണ് അവിടെ ആമീൻ പറഞ്ഞത്. ആ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് തിരിക്കാവുന്ന നമ്മൾ പറഞ്ഞേ. നമ്മൾ പറയണെന്താ വെച്ചാൽ, നോക്കി, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതല്ലേ പ്രാർത്ഥന ആരാധനയാണ്. ആ ആരാധന അള്ളാഹ്ക്കാണ്. ഖുർആനിലെ ആയത്ത് പറഞ്ഞു, ഹദീസിൽ പറഞ്ഞു, പണ്ഡിതന്മാർ പഠിപ്പിച്ചു. നിങ്ങൾ നോക്കിയേ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്കാഫ് 5-6 ആയത്തുകളാണ്. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത ആയത്തുകളെ നമ്പറുകൾ ഉദ്ധരിക്കുന്നത് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒരുപക്ഷെ ഈ സംസാരം ഇവിടെ കടന്നു പോകുമ്പോ നമ്മൾ ആ പറഞ്ഞതിൽ പലതും കാര്യമില്ലേ എന്ന് ആളുകൾ പറയുമ്പോൾ നമ്മൾ പറയാം, അതിപ്പോ മുജാഹിദേര് പറഞ്ഞ അർത്ഥമല്ലേ, ഒക്കെ ഇപ്പൊ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാൻ പറയുന്ന ആൾക്കാരുണ്ടാവും. അവരോട് വേണ്ടിയിട്ടാണ് ഈ ആയത്തിന്റെ നമ്പറുകൾ എഴുതി വെക്കാം. ഇതിന് സമസ്തയുടെ പരിഭാഷകളിൽ എന്തർത്ഥം കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇത് വാശിയുടെ വിഷയമല്ല, ഇത് വൈരാഗ്യത്തിന്റെ വിഷയമല്ല, ഇത് ഖബറിന്റെ വിഷയമാണ്. അല്ലാഹു പറയാണ്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാൻ കഴിയാത്തതിനോട് ദുആ ചെയ്യുന്നവനേക്കാൾ, പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്നല്ലോ. വമൻ അദല്ല, ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ടെന്നാണ്. അടുത്ത ആയത്ത് എന്തെന്നറിയോ? വൈദാ ഹുശറന്നാസ്, നാളെ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുമ്പോ കാനൂ ലഹും അഅദാ, ഇവർ അവർക്ക് ശത്രുക്കളായി തീരുന്നതാണ്. ചില ആളുകളൊക്കെ പറഞ്ഞു ഈ ആയത്ത് കൊണ്ടല്ല പറഞ്ഞത് അത് വിഗ്രഹത്തിനെ തേടലാണ്, ബിംബങ്ങളെ തേടലാണ്. ഒരു പക്ഷേ നാളെ ഈ നാട്ടുകാരോടും ഉസ്താദമാര് പറയും, ഇവിടെ മൗലവി വന്ന് ആയത്തോതി, ആയത്തിൽ പറഞ്ഞു വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാൻ കഴിയാത്തത് വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ, അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനകൾ തൊട്ട് അശ്രദ്ധരാണ് എന്ന് പറഞ്ഞത് വിഗ്രഹത്തിനോട് തേടലാണ്, കല്ലിനോട് തേടലാണ് എന്നാണ് ആയത്തിൽ പറഞ്ഞത്. അതല്ലാതെ മഹത്തുക്കളായ ഔലിയാക്കളോട് തേടലോ അതല്ലെങ്കിൽ നബിമാരോട് തേടുന്നതോ അല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിലോ, പ്രിയമുള്ളവരെ, വിഗ്രഹങ്ങൾ മാത്രമായിരുന്നുവെങ്കിലോ, ഒയ്റു ആക്കില് മാത്രമാണ് പ്രയോഗമെന്നുണ്ടെങ്കിലോ വഹുന്ന അൻ ദുആഇഹിം എന്നാണ് പറയേണ്ടത്. ഹുന്ന എന്ന പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ ആഖിലിനെയും ബുദ്ധിയുള്ളതിനെയും മനുഷ്യരെയും ഉദ്ദേശിക്കുന്നത് കൊണ്ടാ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ എന്ന് അല്ലാഹു പറയാനുള്ള കാരണം മാത്രമല്ല, ആയത്തിന്റെ തഫ്സീറുകളിലൂടെ വ്യാഖ്യാനങ്ങളെ കാണാ ഈ ആയത്തുകളിലൂടെ പരാമർശിച്ചിട്ടുള്ളത്. മിനൽ ജിന്നി, അത് ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഇൻസ് വർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, വല്ലസുനാം, വിഗ്രഹങ്ങളും അതിൽ ഉദ്ദേശിക്കപ്പെടാ മനുഷ്യരോടോ ജിന്നുകളോടോ മറ്റു തഫ്സീറുകളിൽ സ്വാലിഹീങ്ങളോട് തേടുന്നത് വരെ ഈ ആയത്തിന്റെ പരിധികളിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ വീണ്ടും അല്ലാഹു പറയാ ബിംബങ്ങൾ മാത്രമല്ല, വഇദാ ഹുശിറന്നാസ്, നാളെ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുമ്പോ കാനൂ ലഹും അഅദാ, ഇവർ അവർക്ക് ശത്രുക്കളായി തീരുന്നതാണ്. ഈസാ നബി പോലും പറയില്ല അല്ലാഹ്
എനിക്കൊന്നും അറിയില്ല റബ്ബേ, നീയാണല്ലോ അദൃശ്യങ്ങൾ അറിയുന്നവൻ എന്ന് ഞാൻ അവരോട് പഠിപ്പിച്ചിട്ടില്ല അല്ലാ. 5-ാം അധ്യായം സൂറത്ത് മാഇദ 114-115 ആയത്തിലോ അല്ലാഹു ആ വിഷയത്തിനെ പരാമർശിക്കുന്നുണ്ടെങ്കിലോ എൻ്റെ പ്രിയമുള്ളവരെ, അവരും ഇതിനെ നിഷേധിക്കുന്നതാണ്. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഈ ആരാധനകളെ അവർ നിഷേധിക്കുമെന്നാണ്. ഏത് ആരാധന? പ്രാർത്ഥന എന്ന ആരാധനയെ അള്ളാന്റെ ഖുർആൻ പറയുന്നു പ്രാർത്ഥന ആരാധനയാ. ഇവിടെ മാത്രമല്ല, സൂറത്ത് ഗാഫിറില് സൂറത്ത് മുഅ്മിൻ എന്നും ആ സൂറത്തിന് പേരുണ്ട്. അതിന്റെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു പ്രാർത്ഥന ആരാധനയാണ്. ആ ആയത്തുദ്ധരിച്ചത് ആരാധനയാണെന്ന് പഠിപ്പിച്ചത് ആരാണെന്നറിയോ? അള്ളാന്റെ മുത്തനബിയാണ്. ഹദീസ് എവിടെയാണ്? സ്വഹീഹ് മുസ്ലിമിലാണ് ഹദീസ് ഉള്ളത്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാന്റെ ഹബീബ് പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദുആഹു വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. സുമ്മ എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബാണ് ആയത്ത് ഉദ്ധരിച്ചത്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോടുള്ള ആരാധനയിൽ ആര് അഹങ്കാരം കാണിക്കുന്നുവോ, ഏത് ആരാധന? പ്രാർത്ഥന എന്ന ആരാധനയിലോ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യനായി വളരെ നിന്ദ്യനായി അവൻ നരകത്തിലേക്ക് കടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. പ്രാർത്ഥന ആരാധനയാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തുദ്ധരിച്ച് മുത്തുനബി പറഞ്ഞു പ്രാർത്ഥന ആരാധനയാണ്. ഇനി ഞങ്ങൾ പറയുന്നതാണോ നിങ്ങൾക്ക് പ്രശ്നമുള്ളതായി വരുന്നതെങ്കിലോ, കൊല്ലം ജില്ലയിലെ തഴവ എന്ന് പറയുന്ന, തഴവയിലെ കുറ്റിപ്പുറം എന്ന് പറയുന്ന നാട്ടിലോ മറവ് ചെയ്യപ്പെട്ട തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അൽമവാഹിബുൽ ജലിയ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. നിങ്ങൾക്ക് ഗ്രന്ഥത്തിന്റെ പേര് പരിചയമില്ലെങ്കിലും വാളുകളിലാ ഉദ്ധരണികൾ നല്ല ഓർമ്മ ഉണ്ടാവും. കാരണം വെച്ചാൽ ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാണ് ഒക്കെ പദ്യരൂപത്തിലാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്. എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇങ്ങനെ പലതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ണിനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ഫിസ്സമാ, മനുഷ്യനെ മാത്രം റബ്ബ് ചെയ്ത തകറുമാ, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവക്ക് പോലും ആകാശത്തിൽ നോക്കാനുള്ള കഴിവില്ല. അത് മനുഷ്യനുള്ള പ്രത്യേകതയാണ്. അങ്ങനെ കുറെ നമ്മുടെ വീട്ടിലേക്ക് കറി വെക്കണം. മുരിങ്ങല്ലേ, മുരിങ്ങാമരം രണ്ടുള്ള വീട്ടില് ഹോലിമാ, കൂട്ടാന് മുട്ടറിയേണ്ടതില്ലടി ഫാത്തിമ. അങ്ങനെ കുറെ വാളുകളിലൊക്കെ സാധാരണ ഉസ്താദുമാര് ഇതിങ്ങനെ എടുത്ത് ഉദ്ധരിക്കലുണ്ട്. അപ്പൊ ഇബിലീസിന് ഇബിലീസിനെ അല്ല സ്വർഗത്തുനിന്ന് ആട്ടിപ്പുറത്താക്കുമ്പോ ഇബിലീസ് പേടിച്ചു മൂത്രമൊഴിച്ച സ്ഥലത്ത് മുളച്ചതാണ് വീടിപ്പുകയില എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയം നമുക്ക് ചോദിക്കാനുള്ളത്. അത് പ്രമാണമൊന്നുമല്ല കേട്ടോ, അദ്ദേഹം എഴുതിയതാണ്. അത് തിന്നു നടക്കണോ വലിയാവോ ഇല്ല എന്നുള്ളതേ നമുക്ക് ചോദിക്കാനുള്ളൂ. എന്താണെങ്കിലും ശരി, അങ്ങനെ ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. ആ ഗ്രന്ഥത്തിലെ ഈ വിഷയം പറയുന്ന ആ ഗ്രന്ഥത്തിനെ സമസ്ത അങ്ങേയറ്റം സ്വീകരിക്കുന്ന ഗ്രന്ഥമാണ്. അൽമവാഹിബുൽ ജലിയ മുഞ്ചി കാട്ടി അഹദോന്റെ മറുകൾ വരമൊഴികളാലെ വരച്ചു കാട്ടി, തഴവ ഉസ്താദല്ലേ അലിവിൻ പോവു കൊഴിഞ്ഞില്ലേ, തഴവ ഉസ്താദല്ലേ അലിവിൻ പോവു കൊഴിഞ്ഞില്ലേ. തഴവ കുഞ്ഞുമോൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അൽമവാഹിബുൽ ജലിയ മുഞ്ചു കാണിച്ച ഗ്രന്ഥമാണ്. അഹദോന്റെ അമറുകൾ വരമൊഴികളാലെ വരച്ചു കാണിച്ച പണ്ഡിതനാണ്. ഞാൻ പറഞ്ഞത് അത് കുറച്ച് മുഞ്ചോടെ പറഞ്ഞ ഒരു വിഷയമുണ്ട്. ഈ ഹദീസാണ്, ഈ ആയത്താണ്. പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാൻ അവർ പറയുന്നു നബിയിൽ നിന്ന്.
അത് മാത്രമല്ല ഇബാദത്തിന്റെ മജ്ജയാ, പ്രാർത്ഥന ആരാധനയാണെന്ന് നുഅ്മാൻ പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ടതാണ് ഇവിടെ ഉദ്ധരിച്ച ഹദീസ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. നമ്മൾ ആൾക്കാർ പറയും ഞങ്ങളങ്ങനെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്നില്ല അതിൽ. പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കലുണ്ട്, തഖ്ദീർ ചെയ്യലുണ്ട് എന്നാണ്. എന്താ തഖ്ദീർ ചെയ്യുക? ഈ സാധാരണ നാടൻ മനുഷ്യന്മാർക്ക് പറഞ്ഞാൽ ഈ തഖ്ദീർ എന്താണെന്ന് മനസ്സിലാവില്ല. എങ്ങനെ സങ്കല്പിക്കാന്ന് പറയും. ഈ പള്ളി ദർസൊക്കെ തുടങ്ങണത് ഒരു ദിവസം മഗ്‌രിബിനാണ് ദർസ് സ്റ്റാർട്ട് ചെയ്യുക, കണക്കങ്ങനെയാണ്. അപ്പോൾ മഗ്‌രിബിലെ ദർസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാ, ഒരു ബൈത്തിലിയുടെ തുടങ്ങുക, അല്ലാഹ നഹ്മദുഹു ദൗമൻ വനഷ്കുറുഹു അലാ ഹിദായതിഹി ലിദ്ദീനി ഇയാനാ. അപ്പോൾ അതിൽ സാധാരണ അല്ലാഹ നഹ്മദുഹു. അപ്പോൾ ദർസ് പഠിച്ചു തുടങ്ങണത് എന്താണെന്നറിയോ? അല്ലാഹ എന്ന് പറഞ്ഞാൽ സാധാരണ മുബ്തദയിന് റഫ് വേണം, പക്ഷെ ഇവിടെ അല്ലാഹു എന്ന് പറയണേന് അല്ലാഹ. അപ്പം അന്നേരം തഖ്ദീർ ചെയ്യണം. നബ്ദഉ, ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് തഖ്ദീർ ചെയ്തിട്ട് ഇതിനെ മഫൂലിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് അതിനെ മഫ്തൂഹാക്കി ഉച്ചരിക്കുന്നതാണെന്നൊക്കെ പറയും. അതായത് ഇതാണ് തഖ്ദീർ പറഞ്ഞ ഒരു സ്ഥാനത്തെ സങ്കല്പിച്ച് പറയാൻ. അതിൻ്റെ അനന്തരഫലങ്ങൾ ഞാൻ ചെറിയൊരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഞാൻ ഒരു പക്ഷേ എൻ്റെ 10ാം ക്ലാസ്സിന് ശേഷം മുജാഹിദ് കോളേജിൽ തന്നെയാണ് പഠിച്ചത്. പക്ഷെ അതിന് മുമ്പ് ദർസിലാണ് പഠിച്ചത്, നാട്ടിലെ ദർസിൽ, പുറത്തു പോയിട്ടല്ല. അൽഹംദുലില്ലാഹ് മജ്മൂഅ ഓതി പഠിച്ചതൊക്കെ ദർസം തന്നെയാണ്. ഫത്തുൽ മീനൊക്കെ റിയാദ് സാലിഹിനൊക്കെ ദർസം തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അവിടെ ഇടുക്കി തൊടുപുഴ ഭാഗത്തുള്ള ആളുകളൊക്കെയാണ് മുത്തഅല്ലിമീങ്ങളായിട്ട്. ഉസ്താദും ആ നാട്ടുകാരനായിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ ശിഷ്യനും ഇദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാനായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ അന്നത്തെ മക്കളുടെ ചെറിയൊരു കുരുത്തക്കേട്, ഈ അസർ കഴിഞ്ഞിട്ട് ബാത്റൂമിൻ്റെ മേലെ കൂടെ പുക അങ്ങനെ പോകുന്നുണ്ട്. ഈ പുക പോണത് അങ്ങനെ ഇദ്ദേഹമൊക്കെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ ഇരുന്ന ആളൊക്കെ പോയതിൻ്റെ ശേഷം ഉസ്താദ് പോയിട്ടൊന്നിങ്ങനെ സന്ദർശിച്ച് നോക്കിയപ്പോൾ ഈ കാജാ ബീഡി മൂടിയിട്ടേക്കാണ്, ഒരു തീപ്പെട്ടിയും കൂടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അദ്ദേഹം അത് പൊക്കി, അത് പിന്നെ ചെയ്ത ആളെ കൊണ്ടുവന്നു, എന്നെ മീഡിയേറ്റർ ആക്കിയിട്ട് സാക്ഷിയായിട്ട് നിർത്തി എൻ്റെ മുന്നിൽ വെച്ച് അവനോട് ഖുർആൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ്. അതായത് ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യില്ല, ബീഡി വലിക്കില്ല എന്നൊക്കെ സത്യം ചെയ്തു. ഈ മീന് പൊരിക്കാൻ വേണ്ടി വരിയണ പോലെ ചൂരലുകൊണ്ട് നടുംപുറത്തേക്ക് ഇങ്ങനെ പടപടാച്ചിട്ട് അടിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ അന്ന് ദർസ് കഴിഞ്ഞിട്ട് ഇഷായിൻ്റെ ഹദ്ദാദ് കഴിഞ്ഞ് ഇഷ കഴിഞ്ഞിട്ട് ഓരോ വീട്ടിലേക്ക് ചോറിനാൻ പോകും. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു BSS സൈക്കിളൊക്കെ ഇങ്ങനെ തള്ളി വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവൻ ഇന്നർ ബനിയൻ ഇട്ടിട്ടില്ല, ഈ അടിയുടെ നീറ്റൽ കാരണം. അത്രമേൽ ആ നീറ്റൽ വിട്ടിട്ടില്ല എന്നർത്ഥം. അങ്ങനെ ജുബ്ബ മാത്രമാണ് ഇട്ടേക്കണേ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കണു, ഇവരെൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിലൊക്കെയാണ് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അങ്ങനെ ഒരേ വഴിക്കൂടെ ഇങ്ങനെ വേണം. കടയുടെ അവിടെ എത്തി പോകുമ്പോൾ പറഞ്ഞു, ഒരു മിനിറ്റ് ഇട്ട് ഞാനൊരു സിഗരറ്റ് മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ 1 രൂപയാണ് അന്ന് സിഗരറ്റിന് വില. വലിയ ഞങ്ങൾ 8ാം ക്ലാസ്സൊക്കെ പഠിക്കാൻ തന്നെ 2002-ലാണ്. അപ്പോൾ ഒരു സിഗരറ്റിൻ്റെ വില 1 രൂപയാണ് അന്ന്. അപ്പോൾ അത് വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഇപ്പം തന്നെ സത്യം ചെയ്ത്, അതും ഖുർആൻ സാക്ഷി, അള്ളാഹു സത്യം എന്നൊക്കെ പറഞ്ഞു. എന്നെയാണ് മീഡിയേറ്ററാക്കിയേക്കണേ, സത്യം ചെയ്യാൻ സാക്ഷിയാക്കിയേക്കണത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ സത്യം ലംഘിച്ചോ പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറയാൻ, ഞാനതിനെ സത്യം ചെയ്യുമ്പോൾ തഖ്ദീർ ചെയ്തിരുന്നു പള്ളി കോമ്പൗണ്ടിൽ, അതുകൊണ്ട് പ്രശ്നമില്ലെന്ന്. അതായത് പള്ളി കോമ്പൗണ്ടിൽ വീഡിയോ വലിക്കില്ല എന്നേ സത്യമുള്ളൂ. അത് ഉസ്താദിനോട് അങ്ങനെ പറഞ്ഞാൽ ഉള്ളിൽ തഖ്ദീർ ചെയ്തിട്ടുണ്ട്, എന്ത് പള്ളി കോമ്പൗണ്ടിൽ. ഞാനിപ്പോൾ ആലോചിക്കണം, അവനൊക്കെ ഏതെങ്കിലും പള്ളിയിൽ മുദരീസോ ഖത്തീബൊക്കെ ആയിരിക്കുമല്ലോ, അവരൊക്കെ നയിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കിയാലേ. നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാഹു എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് എൻ്റെ പ്രധാനപ്പെട്ട ഗുരുനാഥന്മാരിൽപ്പെട്ട ഒരു ഉസ്താദ്, അദ്ദേഹം ഇന്ന് നമ്മളുടെ കൂടെ തൗഹീദിൻ്റെ പാതയിലുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ തഖ്ദീർ ചെയ്യൽ വന്നപ്പോൾ, ഇപ്പോൾ ഈ പള്ളിയിലൊക്കെ സാധാരണ മൗലൂദിൻ്റെ അർത്ഥമൊക്കെ നോക്കിയാൽ നമുക്ക് കാണും. ഉദാഹരണത്തിന് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു വരി പറഞ്ഞുതരാം. ارتكبت على الخطا غير حسير وعدد لك أشكو فيه يا سيدي خير النبي
കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. അങ്ങനെ പദ്യരൂപത്തിൽ പറഞ്ഞത്, പദ്യരൂപത്തിൽ അതിന്റെ അർത്ഥം ഇതുകൊണ്ടാണ്. ഒരുപാട് തെറ്റുകളുടെ മേലെ വാഹനം കയറിയിരിക്കുന്ന നബിയെ, റസൂലേ അങ്ങയോട് ആവലാതിപ്പെടുന്നു നബിയേ, അങ്ങയോട് ആവലാതിപ്പെടുന്നു നബിയേ. ഇത് മലയാളം വായിക്കണ ഏതൊരാൾക്കും തോന്നുന്ന എന്താണ്? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നുണ്ട്. ഇനി കുത്തുബിയത്തിന്റെ അർത്ഥങ്ങളെടുത്ത എന്നെ സന്മാർഗത്തിലാക്കണേ മൊയ്തി ഷേഖേ എന്ന് പറയുന്നുണ്ട്. നിസ്കാരത്തെ നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇതൊരു സാധാരണക്കാരൻ്റെ മനസ്സിൽ അവനോട് പറയുന്ന ചിന്ത. ഇത് ചൊല്ലണ സമയത്ത് നമ്മൾ എന്ത് സങ്കല്പിക്കുന്നുണ്ട്? മൊയ്തി ഷെയ്ഖിന് അള്ള കൊടുത്ത കഴിവുണ്ട്, മുഹമ്മദ് നബിക്ക് അള്ള കൊടുത്ത കഴിവുണ്ടെന്ന് സങ്കല്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ്. അറബി അറിയുന്ന ഉസ്താദ് ഒരുപക്ഷെ സങ്കല്പിച്ചേക്കാം. അറബി അറിയാത്ത സാധാരണക്കാരൻ ഇർത്തകബുച്ചു അലൽ ഖത്വ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയുമ്പോൾ എന്താണ് ഇവർക്ക് സങ്കല്പിക്കാനുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ ആലോചിക്കാൻ? നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കേ. ഇവരുടെ മനസ്സിൽ ഒരിക്കലും സാധാരണക്കാരൻ ഇരുന്നിങ്ങനെ പാടാം. അവൻ നാടൻ ജോലിക്കാരനാണ്, അറബി അറിയാത്ത ആളാണ്, എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ച് പറയുന്ന ആളുകളാണ്. അപ്പൊ സങ്കല്പിക്കാൻ അറിയാത്തവരുടെ കാര്യം അപകടകരമാണ്. സമൂഹത്തിന് എവിടേക്ക് കൊണ്ടുപോകുന്നല്ലേ. ഞാനിതൊന്നും വെറുതെ പറയല. ഇന്നലെ ഒരുപക്ഷെ തീരദേശത്ത് കൂടെയുള്ളൊരു യാത്രയിലെ യാദൃശ്ചികമായിട്ട് ബീച്ചിൻ്റെ ഗൂഗിൾ മാപ്പ് അടിച്ചപ്പോൾ തെറ്റിയിട്ട് വന്നത് മുനമ്പത്ത് ബീവിയുടെ മക്കാമിക്കാണ്. വെളിയങ്കോട് നിന്ന് റോഡ് പാസ് ചെയ്യേണ്ടത് ഇപ്പുറത്തെ റോഡ് വന്നപ്പോൾ നേരെ മക്കാമിൻ്റെ തീരത്താണ് എത്തിയത്, കടൽ തീരത്ത്. വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ആ മൊയിലിയരോട് ചോദിച്ചേ, ആ ജാറത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആണുങ്ങൾക്ക് പ്രവേശനമല്ല. അതായത് അതിൻ്റെ ഉള്ളിൽ മൊത്തം പെണ്ണുങ്ങളാണ്. കവർമ്മങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ്, കൈയൊക്കെ വെച്ചിങ്ങനെ. ഞാനത് വെറുതെ പറയില്ലോട്ടോ, എൻ്റെ അടുത്ത് എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ CC ക്യാമറ ഉണ്ട്, ഒന്നിങ്ങനെ മാറി എന്നിട്ട് എടുത്തു. ആ മൊയിലേർ എന്നോട് പറഞ്ഞു, പറ്റൂല, ആണുങ്ങൾക്കുള്ളിൽ കയറാൻ പറ്റൂല, ഞങ്ങൾ ഇതൊരു ചാർജുള്ള 2 പേർക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പെണ്ണുങ്ങളാണ്. അവിടെ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്, തലയിൽ ഒഴിയുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മൾ ആലോചിച്ചൊക്കെ അവിടെ നിന്ന് ആളുകൾ പിന്നെ യാസീന് ബോർഡുമ്പോൾ വെച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെയും ഗ്രാമീൺ ബാങ്കിൻ്റെയും IFSC സഹിതമുള്ള അക്കൗണ്ട് നമ്പറും GPayയുടെ പിന്നെ ഇതും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ QR കോഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനുഷ്യന്മാരെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ചിന്തിക്കാൻ വലിയ അത്ഭുതങ്ങളാണ് ഇതിലൊക്കെ. അല്ലാത്ത അബ്ദു ഷെയ്ത്താൻ ഇന്നഹൂലക്കും അതുവും എന്നൊക്കെയാണ് യാസീൻ ലോദന്. ഷെയ്ത്താനുള്ള ഇബാദത്തൊന്നും കൊടുക്കലേ പറഞ്ഞ, നിലവിളക്കിനെ തിരികത്തിക്കണു, വെളിച്ചെണ്ണ കുടിക്കുന്നു, ഇതല്ലേ ഷെയ്ത്താനുള്ള ഇബാദത്ത് എന്ന് പറയണേ. അപ്പോൾ ഇതൊക്കെ ആളുകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കും. ആളുകളുടെ മനസ്സിൽ ഇതൊക്കെ ഇവർക്ക് കൊടുത്ത കഴിവുകൊണ്ടാണ്. പെരിന്തൽമണ്ണ എന്നൊരു പാട്ട് വന്നില്ലേ, മടവൂരാര പടച്ചോനാണോ ചോദിച്ചവരോട് നീ ചൊല്ലേ, അതെ അതെ അത് മടവൂരാണ്, ഞങ്ങളെ പടച്ചോ മടവൂരിൻ. നമുക്കത് ഡൈജസ്റ്റ് ആവാനുണ്ടോ? അതൊന്നും വെറുതെ പറയല്ലേ. ഇതിങ്ങനെ കേട്ട സമയത്ത് നമ്മൾ ഈ പാട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ വെറുതെ ഇങ്ങനെ ഉറക്ക പാടിയപ്പോൾ ഉമ്മ വഴക്ക് പറഞ്ഞു, മര്യാദക്ക് മിണ്ടാണ്ടിരുന്നോ. എന്തെന്ന് സംഭവം എന്നറിയാം. കാരണം ഒരു തൗഹീദ് അംഗീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാധനമല്ല മടവൂര് പടച്ചോനാണെന്ന് പറയണത്. എന്തുകൊണ്ടാണ്? പടക്കാനുള്ള കഴിവ്, അതിൻ്റെ ബേസ് നിങ്ങൾ നോക്കിയാൽ മതി. പടക്കാനുള്ള കഴിവ് അള്ളാഹു CM മടവൂരിന് കൊടുത്താൽ അദ്ദേഹത്തിന് പടച്ചൂടേന്ന് മനസ്സിലാവുണ്ടോ? പടക്കാനുള്ള കഴിവ് അല്ല കൊടുത്താൽ പടച്ചൂടേ. അങ്ങനെ ഈ കൊടുത്ത കഴിവിന്റെ വാദങ്ങളാണ് ഇവിടം വരെ എത്തിയത് എന്നുണ്ടെങ്കിൽ ആരോടാണ് അള്ളാന്റെ ഹബീബ് പ്രബോധനം നടത്തിയത് എന്ന് മനസ്സിലാക്കിയാൽ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകളില് അവരിലുണ്ടായിരുന്ന വിശ്വാസ സംഹിതകള്, ലാത്തയോട് ഒസ്സയോട് മനാത്തയോട് അവർ ആരാധിച്ചത് അള്ളാനെ ഒഴിവാക്കിയിട്ടല്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അല്ല കൊടുത്ത കഴിവ് കൊണ്ടെന്നാണ്. അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. നമ്മളൊക്കെ വിചാരിക്കണം എന്താ വെച്ചാല് അവർക്കാർക്കും പടച്ചോനിൽ വിശ്വാസമില്ല എന്നാണ്. മുഹമ്മദ് നബീന്റെ വാപ്പാന്റെ പേരെന്താണ്? അബ്ദുള്ള എന്നല്ലേ. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാന്റെ അടിമ. റസൂലുള്ള വന്നിട്ടാണോ വാപ്പാക്ക് പേരിട്ട് കൊടുത്ത്? അല്ല, അബ്ദുൽ മുത്തലിബ് ഇട്ടുകൊടുത്ത പേരാണ് അബ്ദുള്ള. അള്ളാന്റെ ഹബീബ് ജനിക്കുമ്പോ ചോര കുഞ്ഞിനെ കയ്യിലെടുത്ത് അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ അവിടെ പോയി ഒരു കവിത പാടി. അൽ ബിദായത്തു വന്നിഹായ 2ാം വോള്യം 343-ാമത്തെ പേജ്. അംഗീകരിക്കാൻ കഴിയാത്തവർക്ക്
റബീഉൽ അവ്വൽ മാസത്തിൽ പള്ളിയിലോതുന്ന ഷറഫുല്ലന മൗലിദലും ആ വരി കാണാ, അൽഹംദുലില്ലാഹില്ലദീ അഹ്താനി ഹാദൽ ഉലമാ ത്വയ്യിബൽ അർദാനി. ഇത്രയും നല്ല സന്താനത്തെ എനിക്ക് തന്ന അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയുമെന്നാണ്. ഈ അള്ളാഹുവിൽ സ്തുതികൾ അർപ്പിക്കാനുള്ള വിശ്വാസം എവിടെ നിന്നാണ് അബ്ദുൽ മുത്തലിബിന് കിട്ടിയത്? ഹുദൈബിയ സന്ധിയിൽ കരാറൊപ്പ് വെക്കുമ്പോൾ സുഹൈല് ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതിയിട്ട ശത്രുക്കൾ അള്ളാഹുവേ നിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയേ. ഹിറാഗുഹിരത്തിന്റെ മുഖരത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ ഏകനായിരിക്കുമ്പോ നുബുവത്തിന്റെ ഇളം തെന്നലുമായി മലക്കു ജിബ്രീൽ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലൂടെ പെയ്തിറങ്ങിപ്പോയ നിമിഷങ്ങളില് സമ്മിലൂനി യാ ഖദീജ വദസിറൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിത്താ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ലാ യുഹ്സീകല്ലാഹു അബദാ, അല്ലാഹു താങ്കളെ ദുഃഖിപ്പിക്കുകയില്ല. എവിടെ നിന്നാ ഖദീജ ബീവിക്ക് ആ വിശ്വാസം കിട്ടിയേ? അപ്പൊ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവർക്കുള്ള തകരാറെന്നറിയോ? ഈ കൊടുത്ത കഴിവാൻ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്ക് അവര് ഹജ്ജ് ചെയ്തിരുന്നു. ഹജ്ജിൽ അവര് ചൊല്ലിയിരുന്ന തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക. അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഉത്തരം നൽകിയിരിക്കുന്നു അല്ലാഹ്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല അല്ലാഹ്. അത് പറയുമ്പോ മുത്തുനബി പറയും മതി മതി, അവിടെ നിർത്തിക്കോ, അവിടെ നിർത്തിക്കോ എന്ന് പറയും. പക്ഷെ അവരെ നിർത്തൂല്ല. അവര് പറയുന്നുണ്ട് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഒരു പങ്കുകാരനൊഴികെ ആ പങ്കുകാരന് സ്വന്തമായിട്ടൊരു കഴിവില്ല, നീ ഉടമപ്പെടുത്തി കൊടുത്തതായ കഴിവല്ലാതെ, നീ കൊടുത്ത കഴിവല്ലാതെ അവർക്കൊരു കഴിവില്ല. ഇതാ മക്ക മുശ്രിക്കുകൾ പറഞ്ഞത്. ആ വിശ്വാസം ശരിയല്ല എന്നാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്. പിന്നെ മക്ക മുശ്രിക്കുകൾ പറഞ്ഞ രണ്ടാമത്തെ വാദം എന്നറിയോ? 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് കൂടുതലായി ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. നമ്മളും പറയുന്നതെന്നറിയോ? നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. നമ്മൾ പറഞ്ഞാൽ നമുക്കങ്ങനെ ഡയറക്റ്റ് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് പടച്ചോനിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയേറ്റർമാരായിട്ടാണ് അമ്പിയ ഔലിയാക്കളെ വിളിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ 3 ഖുർആനിലെ ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ഈ ആയത്തൊന്ന് പഠിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ പറ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടോ? ഒന്ന് സൂറത്ത് ബക്കറ 2-ാം അധ്യായം 186-ാമത്തെ ആയത്ത്. അല്ലാഹ് പറയാണ്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. റസൂലേ, എന്നെ കുറിച്ചെങ്ങാനും എൻ്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണേ നബിയേ. ഫഇന്നീ ഖരീബ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലോ, അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലോ. ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞെന്താണ്? സൂറത്ത് ബക്കറ 186-ാമത്തെ ആയത്ത്. എന്നെ കുറിച്ച് എൻ്റെ അടിമ ചോദിക്കുമ്പോൾ റസൂലെ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇന്ന് സമസ്തയുടെ വിശ്വാസമാണ് ശരിയെങ്കിലേ അള്ളാന്റെ ഹബീബ് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? റസൂലെ, എന്നെ കുറിച്ച് എൻ്റെ അടിമ ചോദിക്കുമ്പോൾ പറയേണ്ടത്, നിങ്ങൾ സാധാരണക്കാരാണ്, നിങ്ങൾക്ക് പടച്ചോനിലേക്ക് എളുപ്പമൊന്നും അടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ പോലുള്ള ആളുകളെ മീഡിയേറ്റർമാരായിട്ട് വിളിച്ചിട്ടേ റബ്ബിലേക്ക് അടുക്കാവൂ എന്ന് പറഞ്ഞു കൊടുത്തു നബിയെ എന്നല്ലേ പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇസ്ലാമിന്റെ ആദർശം അതല്ലാത്തത് കൊണ്ട് അല്ലാഹ് പറഞ്ഞു അവരോട് പറയേണ്ടത് ഫഇന്നീ ഖരീബ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാഹ്. എന്നെ വിളിച്ചോ, ഞാൻ ഉത്തരം നൽകാൻ ഞാൻ വളരെ അടുത്തുള്ളവനാണ്. നിങ്ങൾ പറ,
അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആൾ വേണോ? രണ്ടാമത്തെ ആയത്ത് സൂറത്തു ആഫിറിലെ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാപിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിക്ക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. മൂന്നാമത്തെ ആയത്ത് 50-ാം അധ്യായം സൂറത്ത് ഖാഫ് 16-ാമത്തെ ആയത്താണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും എനിക്കറിയാം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ നാഡിഞരമ്പുകളെക്കാളും ഞാൻ അവനോട് അടുത്തുള്ളവനാണ്. അല്ലാഹു പറയാ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ ഞാനാണ്, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് എനിക്കറിയാം, അവന്റെ നാഡിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുണ്ട്. ഇനി നിങ്ങൾ പറ, ആ റബ്ബിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടോ? ഇല്ല, ഒരാളുടെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ നബിമാരൊക്കെ അള്ളാഹിനോട് പറ, അള്ളാഹിനോട് ചോദിക്കുക എന്ന് പഠിപ്പിച്ചവരാൻ. ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ മറ്റൊരു വിഷയം നമ്മൾ പറയൽ എന്താണ്? പടച്ചോന്റെ അടുക്ക് നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറയാനാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ ലാത്തേനെ ഉസ്സേനെ മനാത്തേനൊക്കെ ആരാധിച്ചത്. നമ്മൾ പറയാം അതൊക്കെ വിഗ്രഹങ്ങളല്ലേ. ആരാ ലാത്തെന്നറിയോ? ഇബ്നു ഹജറുൽ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ പറയാൻ, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പായസം വിളമ്പി കൊടുത്തിരുന്ന സ്വാലിഹായ മനുഷ്യനായിരുന്നു ലാത്തനാൻ. പിന്നീട് ലാത്ത മരിച്ചപ്പോ അദ്ദേഹം ഇരുന്നിരുന്ന കല്ലിനോടൊരു ബഹുമാനം, അവസാനം അവിടെ ലാത്തേനെ തന്നെ പടച്ചുണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ സമൂഹം മോശമൊന്നുമല്ല. ഈ ബഹുമാനം ആദരവൊക്കെ മൂത്ത് നിങ്ങളൊക്കെ പുത്തരിപ്പാടത്ത്, പാലക്കാട് ജില്ലയുടെ പുത്തരിപ്പാടത്ത് വള്ളിയെ, നാട്ടുകല്ലിന് കല്ലിനെ, അതുപോലെ തന്നെ പഴനിയാർപ്പാളയത്ത് വേപ്പുമരത്തെ ആരാധിക്കുന്നൊരു സമൂഹമായി ഉമ്മത്ത് മുസ്ലിം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2006 മംഗളം പത്രത്തിൻ്റെ പിന്നെ ജൂലൈ മാസത്തിൽ ദിനേശ് പൂരത്ത് എന്ന് പറയുന്ന ഒരു അമുസ്ലിം ലേഖകൻ എഴുതിയത്, വേപ്പുമരത്തെ ആരാധിച്ചൊരു മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം അദ്ദേഹം എഴുതിയത്. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ എന്തിനേയും ആരാധിക്കുന്നവരായി അതിനോടൊക്കെ ഏതെങ്കിലും ഒരു മണ്ണ് കണ്ട് അവിടെ വാരി, ഏതെങ്കിലും മരം കണ്ടാൽ അതിനെ മാന്തി. നമ്മൾ ഇന്നും സൗദി അറേബ്യയിൽ മദീനയിൽ സിയാറത്തിന് പോയാൽ, ഉഹുദിന്റെ രണഭൂമിയിൽ പോയി അവിടെ ബോർഡ് കാണാ, ഇവിടെയുള്ള ശുഹദാക്കളോടോ സഹാബത്തിനോടോ നിങ്ങൾ ഇസ്തിആസ ചെയ്യാൻ പാടില്ല. കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, ഇവിടുത്തെ മണ്ണ് വാരി ബറക്കത്തെടുക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയോ? അതിന് അനുവാദം കൊടുത്താൽ ഉഹുദ് മലൻ അവിടെ ഉണ്ടാവില്ല, ഒക്കെ മാന്തിക്കൊണ്ടുപോകും പാകിസ്ഥാനികൾ, ഇന്ത്യക്കാരൊക്കെ കൂടെ. അപ്പോൾ അത്രമേലെ എന്ത് കണ്ടാലും അതിനെ ആരാധിക്കുക, എന്ത് കണ്ടാലും അതിനോട് ചോദിക്കുക, അതിൽ ആരാണുള്ളത്, എന്താണുള്ളത് എന്ന് പോലും അറിയപ്പെടേണ്ടുന്നൊരു സാഹചര്യങ്ങളില്ലാത്ത രൂപത്തിൽ ആരാധനകളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറയും, എന്തിനാ? പടച്ചോനിക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തില് ഇവരെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യാനാ, അള്ളാന്റെ അടുക്കൽ ശുപാർശ പറയാനാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്നാണ്. നമുക്ക് പടച്ചോന്റെ അടുക്കൽ റെക്കമെൻഡ് പറയാനാണ് എന്ന് ചിന്തിക്കുന്നവരോട് നമ്മൾ ഈ ആയത്തുൽ കുർസിയൊക്കെ എല്ലാവരും ഓതണതാണ്. അതിൽ പറയണ ഒരു ആയത്തുണ്ട്, വാചകമുണ്ട്, അള്ളാന്റെ അനുവാദമില്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ പറയുന്നവൻ ആരുണ്ട്? അടുത്ത വാക്കെന്താണ്? അവരുടെ മുന്നിലുള്ളതും അവരുടെ പുറകിലുള്ളതും അല്ലാഹു അറിയുന്നവനാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എന്തിനാണ് നമുക്കൊരാളോട് ശുപാർശ നടത്തേണ്ടി വരിക? എന്തിനാണ്? നമ്മുടെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാൻ, ഇന്ന ആളുകളുടെ കൂട്ടുകാരനല്ലേ, നിങ്ങൾ അറിയുന്ന ആളല്ലേ, എനിക്കൊരു നിശ്ചിതമായ അവധിക്കൊരു 10,000 രൂപ കടം തരുമോ എന്ന് നിങ്ങൾ ഒന്ന് അയാളോട് എനിക്ക് വേണ്ടിയിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചാൽ, എനിക്കെന്തുകൊണ്ടാണ് ആ വ്യക്തിയോട് റെക്കമെൻഡ് ചെയ്യേണ്ടി വരുന്നത്? ഈ വരുന്ന ആളെ ആ വ്യക്തിക്കറിയില്ല, പക്ഷെ എനിക്ക് ആരറിയാം? ആ വ്യക്തി അറിയാം, അദ്ദേഹത്തിന് എന്നെയും അറിയാം. പക്ഷെ വരുന്ന വ്യക്തി അയാൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഇയാൾ ഇന്ന ഡേറ്റിൽ നിങ്ങൾക്ക് തരും, ഞാൻ അറിയുന്ന ആളാണ്, പറ്റിക്കൂല, നിങ്ങളൊരു 10,000 രൂപ കൊടുക്കുമെന്ന് ചോദിക്കുന്നത് ആ മനുഷ്യനെ അറിയാത്തത് കൊണ്ടാണ് റെക്കമെൻഡിൻ്റെ ആവശ്യം വരണേ. പക്ഷെ അല്ലാഹു തആല പറയാണ്, അവരുടെ മുമ്പിലുള്ളതും പുറകിലുള്ളതും ഞാൻ അറിയുമെന്നല്ല. ആ അള്ളാൻ്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യാൻ ഇനി ഒരാളുടെ ആവശ്യമുണ്ടോ? അവിടെ ഉണ്ടോ? നമ്മൾ പറയണത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഈ തർക്കങ്ങളും കുതർക്കങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ചൊക്കെ നമ്മൾ പറയും,
ഞാൻ പറയുന്ന വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലെടുക്കാം. ആ ഖുർആൻ ലോകത്തിൽ ഏറ്റവും മഹാരഥന്മാരായ പ്രവാചകന്മാർക്ക് ശേഷം അവസാന കണ്ണിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതീർണമായ ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ എടുത്ത് നമുക്ക് ഏറ്റവും സ്വീകാര്യനായ ഒരു ഉസ്താദിൻ്റെ കയ്യിൽ, ഒരു പണ്ഡിതൻ്റെ കയ്യിൽ, ഒരു ഷെയ്ഖിൻ്റെ കയ്യിൽ ആ ഖുർആൻ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് ചോദിക്കും, ഉസ്താദെ, ഈ ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണല്ലോ. അതെ, ആ റസൂലുള്ളാഹിക്ക് മുമ്പ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഇവിടെ കടന്നുപോയിട്ടുണ്ടല്ലോ. ഉണ്ട്. പ്രിയമുള്ളവരെ, ഭീമാ ഉമ്മിച്ചയേക്കാൾ, മുനമ്പത്ത് ബീവിയേക്കാൾ, പുത്തമ്പള്ളി അയിലക്കാട് മൂപ്പരെക്കാൾ, മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയേക്കാൾ ശ്രേഷ്ഠരായ ഒരുപാട് പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരോടോ, ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടോ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് കാണിച്ചു തരാൻ സാധ്യമാണോ? ഉണ്ടെങ്കിൽ സ്വീകരിക്കാലോ. ആ ഖുർആനിൽ നബിമാരുടെ പ്രാർത്ഥനയുണ്ട്, ആ ഖുർആനിൽ ബീവിമാരുടെ പ്രാർത്ഥനയുണ്ട്, ആ ഖുർആനിൽ സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ആ ഖുർആനിൽ ബുദ്ധിമാനെന്ന് അള്ളാഹു അഭിസംബോധനം ചെയ്തവരുടെ പ്രാർത്ഥനയുണ്ട്. മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകനോട്, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് അള്ളാഹിനോട് മാത്രമുള്ള പ്രാർത്ഥന സ്ക്വയർ ഫീറ്റ് കണക്ക് പേപ്പറുണ്ടോ എഴുതിത്തരാൻ കഴിയും. 160-ലധികം വരുന്ന മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞ അള്ളാഹിനോടാണ്. ഫാത്തിഹ മുതലെടുത്തോ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين قال رب انصرني بما كذبون سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد മുഴുവൻ പ്രാർത്ഥനകളും ഫാത്തിഹ, ബഖറ, ആലി ഇംറാൻ, നിസാ, മായിദ, അൻആം, അറാഫ്, അൻഫാൽ, തൗബ, യൂനുസ്, യൂസുഫ്, റഅദ്, ഇബ്രാഹിം നീണ്ടു കിടക്കുന്ന ഖുർആനിന്റെ 114 അധ്യായങ്ങളിലൂടെ യാത്ര പോകുമ്പോൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയില്ലാതെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടോ ഒരു പ്രാർത്ഥന പോലും ഖിയാമത്ത് നാൾ വരെ കാണിച്ചു തരാൻ സാധ്യമല്ല. ഇനി പ്രിയമുള്ളവരെ, ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ കടന്നു വരുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ ആക്രമങ്ങൾ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ റബ്ബി റബ്ബനാ അല്ലാഹുമ്മ എന്നല്ലാതെ ഒരു പ്രാർത്ഥനയുമില്ല. ഒരു പ്രാർത്ഥനയും അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടില്ല. മുഴുവൻ പ്രാർത്ഥന ആരോടാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്, അള്ളാഹിനോട് മാത്രമാണ്. ഇനി ഇത്രയൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടും ഒരു തരി പോലും വളവിന്റെ ആവശ്യമില്ലാതെ സിറാത്തുൽ മുസ്തഖീമായി മതത്തെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ അല്ലല്ലാത്തവരോട് തേടിയതെന്നറിയോ? അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അള്ളാഹിന്റെ ദീനിലേക്ക് തന്നിഷ്ടപ്രകാരം പലതും കടത്തിക്കൂട്ടിയപ്പോൾ, ദീനിലേക്ക് പുതിയതൊക്കെ കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ കടന്നു വന്നതാണ് റബ്ബല്ലാത്തവരോട് തേടാന്ന് പറയുന്ന ഈ നിലപാട്. അത് നിങ്ങൾ കൃത്യമായിട്ട് സുന്നത്തും ബിദ്അത്തും വേർതിരിച്ചാൽ, സുന്നത്ത് പറഞ്ഞ പ്രവാചകന്റെ ചര്യ, ബിദ്അത്ത് പറഞ്ഞ മതത്തിൽ പുതുതായി കടന്നു വന്നത്. നമുക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? ആളുകളിവിടെ പാരമ്പര്യം പറയും, ഞങ്ങൾ മാലിക് ബിൻ ദീനാറിലൂടെ കടന്നു വന്ന ദീന അവിടെ ഉള്ളത് എന്നാണ്.
പണ്ട് വല്യപ്പാക്ക് പേരക്കുട്ടി ഒരു കൊട കൊടുന്നു കൊടുത്തു. ആ കൊടയും കൊണ്ട് വല്യപ്പ ഇങ്ങനെ അങ്ങാടി പോയാൽ പറയും എൻ്റെ പേരക്കുട്ടി കൊടുന്ന കൊടയാണ്. പള്ളി പോയാൽ ആ കൊട ഇങ്ങനെ തൂക്കിയിടുമ്പോൾ പറയും, കാലം കൊട തൂക്കിയിടുമ്പോൾ പറയും എൻ്റെ പേരക്കുട്ടി കൊടുന്ന കൊടയാണ്. ആ കൊട പേരക്കുട്ടി കൊടുന്ന കൊടയാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കമ്പികൾ ഓരോന്നും ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അയാൾ ആ കടക്കാരൻ അതിൻ്റെ ഓരോ കമ്പികളും ഇങ്ങനെ മാറ്റി കൊടുത്തു. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശീലക്കോട്ട വീണു. അവസാനം ആ ശീലയും മാറ്റി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കമ്പി പൊട്ടി. അവസാനം പുതിയ കമ്പി ഇട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൊട്ട് പോയി. ആ മൊട്ടും മാറ്റി കൊടുത്തു. എന്നാലും വല്യപ്പ കുടയിട്ട് ഇങ്ങനെ പിന്നെ അങ്ങാടിയിലൊക്കെ പോയാൽ ഈ കുടയത ചോദിച്ചാൽ വല്യപ്പ പറയും ഇതിൻ്റെ പേരക്കുട്ടി കൊടുത്തുവെച്ച കുടയൻ. നമ്മളിങ്ങനെ ദീനിൽ ഓരോന്നിങ്ങനെ കൊണ്ടുവന്നു. 400 കൊല്ലം മുമ്പ് ഒരു മുഹ്യദ്ദീൻ മാല കയറ്റി. അത് കഴിഞ്ഞിട്ട് ഒരു 250 കൊല്ലം മുമ്പ് ഒരു നൂൽമാല കൊണ്ടുവന്ന് കയറ്റി. പിന്നെ നഫീസത്ത് മാല കൊണ്ടുവന്ന് കയറ്റി. ഉള്ളത് പലതും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞു. പുതിയത് കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് വെച്ചാൽ ഇതിങ്ങനെ മാലിക് ബിൻ ദീനാർ മുതലുള്ള ദീനാണ്. നിങ്ങൾക്കറിയോ, അങ്ങനെ മതത്തിൽ പുതിയത് കൊണ്ടുവന്നതിലുള്ള അപകടമാണ് സമൂഹത്തിലുണ്ടായത്. അന്നത്തെ ദീൻ ഇന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സാധാരണക്കാരനെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. നമ്മൾ പറയൽ എന്താ അറിയോ, മജ്‌ലിസുന്നൂറാണ്. ഈ മജ്‌ലിസുന്നൂർ തുടങ്ങിയിട്ട് എത്ര നാളായി ഉണ്ടാവും? കുറച്ച് കാലമായിട്ടല്ലേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരാം ഇൻഷാ അല്ലാഹ്. മജ്‌ലിസുന്നൂറാണ്. അതുപോലെ തന്നെ ഹദ്ദാദ്, റാത്തീബ്, കുത്തുബിയ്യത്ത്, ഉറൂസ്, ഇതൊക്കെയാണ് ദീന് നമ്മൾ വിചാരിക്കണില്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ വളരെ സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇതൊക്കെ ഒരു അമലു സ്വാലിഹാത്താണ്. ഇതൊക്കെ ദീനാണെന്ന് തന്നെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. നാളെ അള്ളാഹിന്റെ കോടതിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഈ പട്ടാമ്പിയുടെ തിരുവേഗപ്പുറത്തിൻ്റെ കൈപ്പുറത്തിൻ്റെ നെടുങ്ങോട്ടൂർ റോഡിലെ ഇവിടുത്തെ ആളുകളൊക്കെ ഇതൊക്കെ അമലു സ്വാലിഹാത്തുകളുടെ ഏടൊക്കെ ഇട്ട് പടച്ചോൻ്റെ അടുക്ക പരലോകത്ത് അങ്ങനെ വന്നിക്കാൻ. അവരുടെ ഏടിൽ ഹദ്ദാദുണ്ട്, റാത്തീബുണ്ട്, മൗലൂദുണ്ട്, കുത്തറാത്തീബുണ്ട്, അതുപോലെ തന്നെ ഉറൂസ് ഉണ്ട്, നബിദിന റാലി ഉണ്ട്, ജീലാനി ദിനങ്ങളുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് ഇവരിങ്ങനെ വന്നിക്കാണ്. ബറാത്തിരാവുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പുറത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ നിൽക്കുക. അവരുടെ ഇടയിൽ വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങളുണ്ട്, ഇൽമിൻ്റെ മജ്‌ലിസുകളുണ്ട്, ഫർളുകളുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, റവാത്തിബുകൾ, തഹജ്ജുദുകൾ, ഖിയാമുൽ ലൈലുകൾ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായത്, ഇങ്ങനെ ഒരുപാട് അമലു സാലിഹാത്തായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാഹിൻ്റെ കോടതി നിൽക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതെന്താ നബിയെ, നെടുങ്ങോട്ടൂരുകാരുടെ അമലിലൊക്കെ കുറേ പുണ്യകർമ്മങ്ങളുണ്ടല്ലോ, ഹദ്ദാദും റാത്തീബും കുത്തുബിയ്യത്തും കുത്തറാത്തീബും ഒക്കെ, മജ്‌ലിസുന്നൂറും മഹ്ദറത്തുൽ ബദരി, ഇതെന്താ റസൂലെ ഞങ്ങളോട് നിങ്ങൾ പഠിപ്പിച്ചു തരാത്തത്? അത് അബൂബക്കർ, ഉമർ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ്. നെടുങ്ങോട്ടൂരുകാർക്ക് മനസ്സിലായിട്ടുള്ള പ്രത്യേക ഇബാദത്തുകളാണ് എന്ന് പറയുന്ന ഒരു ഗതികേട് അള്ളാഹിന്റെ ദീനിനുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടോ? 10 പേരെ കാണിച്ച് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു സ്വർഗത്തിലാണ് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങി സഅദുൻ സഈദുൻ സുബൈറുൻ തുൽഹത്തുൻ വഅബീ ഉബൈദത്തുൻ വബിനിഉ ഫിന്നാശിരിൽ കറമീ. അള്ളാഹിന്റെ ഹബീബിന്റെ നാവ് കൊണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ 10ഓളം വരുന്ന സഹാബ, ആ 10 പേര് സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ദീനിനെ അനുധാവനം ചെയ്ത് അവരുടെ മാതൃക പിന്തുടർന്ന് നമുക്കും കൂടെ ആ സ്വർഗത്തില്. പക്ഷെ നമുക്ക് അതൊന്നും ദീനല്ല. നമ്മളുടെ ദീന് പുതിയതിങ്ങനെ കടന്നു വന്നതാണ്. ഇനി ഇതിൻ്റെ അപകടങ്ങൾ കൂടെ ഞാൻ പറയേണ്ടത്. റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തുകൾ നിങ്ങൾ എടുത്തോ, അള്ളാഹു അല്ലാത്തവരോട് ഒരു തേട്ടുണ്ടാവില്ല. ഇപ്പൊ സ്വലാത്ത് സുന്നത്തല്ലേ, അള്ളാഹിനോടാണ്. പക്ഷെ പുതിയത് ഉണ്ടാക്കിയപ്പോഴാണ് അള്ളാഹിന്റെ പടപ്പുകളോട് വന്നത്. ഖുദ്ബിയദി കദദാ, റസൂലുള്ള പറഞ്ഞ ആരോടാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവേ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണമെന്നാ. നമ്മൾ പുതിയതുണ്ടാക്കിയപ്പോൾ പടപ്പുകളുണ്ടാക്കി. ഞാൻ സാന്ദർഭികമായിട്ട് പറയാൻ, അതിപ്പോ മുജാഹിദീര് സലാത്തില്ലാത്തവരല്ലേ, മുത്തുനബീനെ സാധാരണ മനുഷ്യനാന്ന് പറയണവരല്ലേ. ഇത് പറയുമ്പോൾ ഈ ദാക്കൊക്കെ വല്ലാത്ത നീട്ടലാണ്. സാധാരണ മനുഷ്യനാക്കിയില്ലേ എന്നാണ്. നിങ്ങൾക്കറിയോ, അള്ളാഹിന്റെ ഹബീബിനെ വെറും ഒരു സാധാരണ മനുഷ്യനെന്ന് ആര് പറഞ്ഞോ? അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകള്. കാരണം അള്ളാഹിന്റെ ഹബീബ് ആകാശലോകമായി ബന്ധമുള്ള നബിയാണ്, വഹിയുള്ള നബിയാണ്, മുഅ്ജിസത്തുള്ള നബിയാണ്. ആ റസൂലുള്ളാഹിന്റെ വിയർപ്പിന് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തിനാ മുടിപ്പള്ളിനെ എതിർത്തത്? അത് സാറേനെ കാണിച്ച് സൂറാനെ കെട്ടിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ ഒറിജിനൽ മുടിയാണോ? ബറക്കത്തെടുക്കാൻ ഞങ്ങളുണ്ടാവും മുന്നിലെ.
അള്ളാന്റെ ഹബീബിന്റെ ഒറിജിനൽ മുടിയാണോ? ബറക്കത്തെടുക്കാൻ ഞങ്ങൾ മുന്നിലുണ്ടാവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുത്തനബീന് സാധാരണ മനുഷ്യനെന്ന് പറയുന്നവരെ ഞങ്ങൾ ഉൾക്കൊള്ളൂല്ല, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വിഷയം സ്വലാത്തില്ല. നമ്മൾ പറയുന്നു ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കോ. എന്താ പ്രശ്നം എന്നറിയോ? കോഴിക്കോട് നിന്ന് പഠിപ്പിച്ച സ്വലാത്ത്, മലപ്പുറത്ത് നിന്ന് പഠിപ്പിച്ച സ്വലാത്ത്, കൂരിക്കുടി എന്ന് പഠിപ്പിച്ച സ്വലാത്ത്, നമ്മൾ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരുണ്ടാക്കിയ സ്വലാത്ത് നമുക്ക് വേണ്ട. ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങുമ്പോ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു മുത്തനബിക്ക് ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. വിശ്വാസികളെ ധാരാളമായി സലാത്തും സലാമും ചൊല്ലിക്കോ എന്ന ആയത്തിറങ്ങുമ്പോ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ സഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാ സ്വലാത്ത് ചൊല്ലാനുള്ളത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് നീ ഗുണം ചെയ്യണേ അല്ലാ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ. അള്ളാഹിനോട് നബിക്ക് വേണ്ടിയിട്ടാണ്, നബിയോട് തേടാനല്ല. കോഴിക്കോട് നിന്നുണ്ടാക്കിയപ്പോൾ മാറി, ഹുദബിയദി കദലാഖദ ഹൈലതി വഅദ്രിക്നി യാ റസൂലല്ലാഹ്, എൻ്റെ കൈക്കൊന്ന് പിടിക്കണേ, എൻ്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയി, എന്നെ ഒന്ന് സ്വീകരിക്കണേ നബി. ഇതാണ് റസൂലും സമസ്തയും തമ്മിലുള്ള വ്യത്യാസം. റസൂല് പഠിപ്പിച്ചതിൽ അള്ളാഹിനോട് നബിക്ക് വേണ്ടി, കോഴിക്കോട് നിന്ന് പഠിപ്പിച്ചതിൽ നമുക്ക് വേണ്ടി നബിയോട്. ഇനി എന്തിനാ നമ്മൾ റസൂലുള്ളാഹിക്ക് വേണ്ടി അള്ളാഹിനോട് തേടുന്നേ? നമ്മൾ തേടിയില്ലെങ്കിൽ സ്ഥാനമില്ലേ? സ്ഥാനമുണ്ട്, സ്ഥാനമുണ്ട്. എന്നിട്ട് നമ്മളോട് തേടാൻ പറഞ്ഞത് നമുക്ക് കൂലി കിട്ടാനാണ്, ഒരു സ്വലാത്തിന് 10 നന്മ കിട്ടാനാണ്, അതിലുപരി നമ്മളുടെ തൗഹീദിനെ ഉറപ്പിക്കാനാണ്. മുൻകഴിഞ്ഞ ഏത് പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞോ അലൈഹിസ്സലാം, അവർക്ക് വേണ്ടി അള്ളാഹിനോട് അവരോട് തേടാനില്ല. മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് വേണ്ടി അള്ളാഹിനോട് നബിയോട് തേടാനില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കളെ സ്വഹാബത്ത് ആണെങ്കിൽ അവരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞോ റളിയല്ലാഹു അൻഹും, അവർക്ക് വേണ്ടി അള്ളാഹിനോട് അവരോട് തേടാനില്ല. അള്ളാഹിനോട് അവർക്ക് വേണ്ടി തേടാൻ. അതുകൊണ്ട് സ്വലാത്തുള്ളവരാ മുജാഹിദുകള്. സ്വലാത്ത് കച്ചവടാക്കുമ്പോൾ പുതിയ പുതിയ സ്വലാത്തുകളെ ഉണ്ടാക്കി നിർമ്മിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ എതിർത്തുന്ന മാത്രം. ഇനി പ്രിയമുള്ളവരെ, അവിടെ തൗഹീദാൻ. ബാങ്കിൽ നമ്മൾ റസൂലുള്ളാഹിന്റെ പേര് കേട്ടില്ലേ? ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ആരോടാ? ഇപ്പൊ നമ്മളുടെ നാട്ടില് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞൊരു വഅദ് നടന്നു എന്ന് വിചാരിക്കാം. അതിന്റെ അവസാനം എങ്ങനെ ദുആ ചെയ്യുക? അല്ലയോ പുന്നാര നബിയേ, അവിടത്തെ ഒരുപാട് മദ്ഹ് പറഞ്ഞും പാടിയുമുള്ള സദസ്സാണ്, ഇതിനെ വെറുതെയാക്കല്ല നബിയേ. ആരിതിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് അരയാഭരണങ്ങൾ, മാലകൾ, പാദസ്വരങ്ങൾ ഊരിത്തന്നവരുണ്ടോ? എല്ലാം അങ്ങ് കാണുന്നില്ലേ നബിയേ, സ്വീകരിക്കണേ നബിയേ. അങ്ങനെ പറയാ. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് ഒരു വഅദ് പറഞ്ഞ, റസൂലുള്ളാഹിന്റെ പേര് മുഴങ്ങിയ ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന ആരോടാ? നബിയോടാണോ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല. അല്ലാഹുവേ, പരിപൂർണമായ വിളിയുടെ നാഥ, മുഹമ്മദ് നബിക്ക് ഉന്നതമായ സ്ഥാനം നീ നൽകണേ അല്ലാ. ഇസ്ലാമിന്റെ സുന്നത്തിന് വന്നോ അല്ലല്ലാത്തവരോട് എവിടെയും കാണൂല. ഒരൊറ്റ ഉദാഹരണം കൂടെ വിശദീകരിച്ച് ഇൻഷാ അല്ലാ നമുക്ക് ഈ സദസ്സിനോട് വിട പറയാം. നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു നിസ്കാരമില്ലേ? അത് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. സമസ്ത, മുജാഹിദ്, ജമാഅത്ത് ആരും തടസ്സമില്ല. തബ്ലീഗുകാര് എല്ലാവരും അള്ളാഹിന്റെ പള്ളി കയറി നിസ്കരിക്കാൻ. നിസ്കാരത്തിൽ കൈകെട്ടി അല്ലാഹു അക്ബർ, എല്ലാവരും അങ്ങനെ കൈകെട്ടി. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ.
അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ നേരിട്ടിരിക്കുന്നു അല്ലാ. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന ദുആയാണെങ്കിലോ ഹനഫി മദ്ഹബുകാരന്റെ സലാ ആണെങ്കിലോ ചോദിച്ചതാരോട്? അല്ലാഹുവോട്. ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരമില്ലയോ, എൻ്റെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളില്ലയോ, എൻ്റെ ബലികർമ്മങ്ങളില്ലയോ, എൻ്റെ ജീവിതവും എൻ്റെ മരണവും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനുള്ളതാണ്. എൻ്റെ ബലികർമ്മങ്ങൾ ആർക്കാ? അവിടെ മൊഹിദ്ദീൻ ശൈഖിന്റെ പോത്തില്ല, ബദരീങ്ങളുടെ ആടില്ല, മമ്പുറത്തെ കോഴിയില്ല. വനുസുഖിഹി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും അതല്ലേ പറയണേ? അത് കഴിഞ്ഞ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശൈത്താനിന്റെ ഷർറിൽ നിന്ന് അല്ലാഹ് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. കുറെ ആൾക്കാർ മജ്‌ലിസുൻ നൂറിന് പോയിട്ടുണ്ടല്ലോ, അവിടെ എന്താ പറയാ? ദാഹം ബൗത്തത് കൂട്ടിയിടും ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ ചുണ റബ്ബനാ. മരിക്കുന്ന നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ പഠിച്ചോനെ. ഞാനേ ഇന്നിപ്പോ നമുക്ക് സമയപരിമിതികളുണ്ട്, നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരുപാട് മൗലിദുകളെ കോട്ട് ചെയ്ത് ഞാൻ എൻ്റെ ഫോണിൽ അത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഏതൊക്കെ മൗലിദുണ്ടോ, ഏതൊക്കെ ബൈത്തുണ്ടോ, അതിൽ ആരുടെ പേരിലാണ് അവരോടൊക്കെ മരിക്കണ നേരത്ത് കാവൽ ചോദിക്കാൻ. പണ്ട് പിന്നെ NP പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹജ്ജ് കഴിഞ്ഞിട്ട് ആളുകൾ മടങ്ങി കപ്പലിൽ ലോഡ് കൂടിയപ്പോൾ ലഗേജ് മാക്സിമം കടലിൽ എറിയാൻ വേണ്ടി പറഞ്ഞു. കാരണം കപ്പൽ കാറ്റിലും കോളിലൊക്കെ അങ്ങനെ പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരുത്തനിങ്ങനെ ബേജാറായിട്ട് വിളിക്കണം, എൻ്റെ ബദരീങ്ങളെ. അവരോട് മറ്റൊരാൾ വന്ന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ തന്നെ കപ്പലിൽ വെയിറ്റ് കൂടിയിട്ടാണ്, വെയിറ്റ് പോലെ ആയിക്കോടഞ്ഞപ്പോൾ 300 ചില്ലാൻ ആൾക്കാരും കൂടി കപ്പലിക്ക് വിളിച്ചാൽ കപ്പലിൻ്റെ അവസ്ഥ എന്താവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ സാധാരണഗതിയിൽ ആൾക്കാർ ഈ മരിക്കണ നേരത്ത് ആരുടെ പേരിലാണ്? ഇന്നൊരു സമസ്തക്കാരൻ ഇതൊക്കെ ചെല്ലണം, സമസ്തക്കാരൻ മരിക്കാൻ നിന്നാലോ എൻ്റെ വീട്ടിൽ സ്ഥലം ഉണ്ടാവില്ല. കാരണം 300 ചില്ലാന ബദരീങ്ങൾ, മമ്പുറത്തെ തങ്ങൾ, മുഹമ്മദ് നബി, ബുറുദയിൽ മുഹമ്മദ് നബിയോട് ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ മഞ്ഞക്കുളം വലിയ നഫീസത്ത് ബീവി, ഈ പറഞ്ഞ ആൾക്കാർ മറിയം ബീവി, ഇങ്ങനെ കുറേ ആൾക്കാർ എല്ലാവരും കൂടെ വന്ന് സ്ഥലം ഉണ്ടാവില്ല. കുറേ ഉണ്ട്, ആരുടെ പേരിലാണ് അവരോടൊക്കെ ചോദിക്കാനുണ്ട്. ഞാൻ പറയണത് മരിക്കണ നേരത്തെ ബദരീങ്ങളുടെ കാവല് തരണേന്ന. സത്യത്തിൽ നിങ്ങൾക്കറിയോ, ഇത് ഒരാൾ ഇവിടെ ചെല്ലുക, ദഹം മൗത്തത് കൊട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ ചുണ റബ്ബനാ. മറുപടി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. മറ്റു മറുപടി പറഞ്ഞു കൊടുക്കാൻ അതെങ്കിലും ഒന്ന് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ കുറെ നന്നാവില്ലേ മനുഷ്യന്മാർ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ മരിക്കണ നേരത്ത് കാവൽ ചോദിക്കാൻ. നിങ്ങൾക്കറിയോ, സാക്ഷാൽ ബദറിന്റെ രണഭൂമിയിൽ പങ്കെടുത്ത ആളാണ് ഇബ്ലീസ്. 300 ചില്ലാനം വരുന്ന ശുഹദാക്കളെ കണ്ട്, ബദരീങ്ങളെ കണ്ട് ഇബ്ലീസ് ഓടിയില്ല. പിന്നെ ഇബ്ലീസ് ഓടിയത് എപ്പോഴാണെന്നറിയോ? ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ, ഇന്നീ ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇബ്ലീസ് പേടിച്ച അല്ലാഹനോട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിച്ചോ. ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിച്ചോ. മജ്‌ലിസുൻ നൂറിന് ഓടുന്നവരെ, പോകുന്നവര്, ഒന്നുകൂടെ മനസ്സിനോട് ഇരുത്തി ചിന്തിക്കാൻ, ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ. എല്ലാവർക്കും അറിയാവുന്ന സൂറത്തല്ലയോ സൂറത്തുന്നാസ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്തം നടത്തി പിന്മാറിക്കളയുന്നവനായ ശൈത്താനിന്റെ ഷർറിൽ നിന്ന് ആരോടാ കാവല് ചോദിക്കാനുള്ളത്? ജനങ്ങളുടെ രാജാധിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു. അല്ലാഹ്, ഇതല്ലേ അള്ളാന്റെ ഖുർആൻ പറഞ്ഞേ, ഇതല്ലേ അള്ളാന്റെ ഖുർആൻ പറഞ്ഞേ. അതുകൊണ്ട് ആ ആശയത്തിലേക്കാണ് നമുക്ക് തിരിച്ചു വരാനുള്ളത്.
ഇനി ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടെ പറയാം. നട്ടുച്ചക്ക് അള്ളാന്റെ പള്ളിയിൽ ഒരു പെണ്ണ് പോയാലേ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം എന്ന് പറയുന്നവരെ, നിങ്ങൾ ഇവിടുന്ന് ഇനി പോകുമ്പോൾ മജ്‌ലിസുന്നൂർ ഒന്ന് നോക്കിയാൽ മതി. സിൽവർ കവർ ചീരണിയും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളായി. നിങ്ങൾക്കറിയാം, ഇത് ഇന്ന് തുടങ്ങിയൊന്നല്ല. ഒരു കാലഘട്ടങ്ങളിൽ ഒരു കൈയിൽ മടക്കി പിടിച്ച പായും മറുകൈയിൽ ലൊക്കത്ത് വെച്ച കുഞ്ഞുമായി പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് പാതിരാവാതിന് പോയാൽ പ്രശ്നമില്ലാതിരുന്നൊരു കാലഘട്ടം. പക്ഷെ നട്ടുച്ചക്ക് പള്ളി പോയ ഫിത്തനയാണ്. കാരണം അവിടെ അരയാഭരണങ്ങൾ വേണം, മാലകൾ വേണം, പാദസ്വരങ്ങൾ വേണം. അതൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റിയ ഇടങ്ങൾ ഇത്തരം വേദികളാണെന്നുള്ളത് കൊണ്ട് അവിടൊക്കെ സ്ത്രീകൾക്ക് ഹലാലാണ് അള്ളാന്റെ പള്ളിയിൽ കയറിക്കൂടാൻ. നിങ്ങൾക്കറിയോ, അമുസ്ലിങ്ങളായ ജഡ്ജിമാർ വരെ പണ്ഡിതന്മാരെ മുന്നിലിരുത്തി വിശദീകരണം നടത്തിയിട്ട് ഇപ്പോ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വരെ പറയാ, ഒരുപക്ഷെ പള്ളി നിർബന്ധമാണെന്ന് പോലും പറയണ അവസ്ഥയ്ക്ക്, നമ്മൾ പോലും പറയാത്ത വാദത്തിലേക്ക് ജഡ്ജിമാരെത്തുമ്പോൾ മുസ്ലിം ലോ ബോർഡിന്റെ ആളുകൾ പറഞ്ഞു പള്ളി അനുവദനീയാണ്, നിർബന്ധമെന്ന് പറയല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടം വരെ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അല്പം ചിന്തിക്കാനും പഠിക്കാനും തയ്യാറുള്ള മക്കൾ പോലും പറഞ്ഞില്ലേ എന്ന് പള്ളികൾ എന്നുള്ളത് സ്ത്രീകൾക്ക് അനുവദനീയമാണെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഠിക്കാനുള്ളൊരു മനസ്സ്, അറിയാനുള്ളൊരു മനസ്സ് ഉണ്ടാവണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിസ്കാരത്തിൽ എല്ലാവരും തേടിയത് അള്ളാഹിനോടാ. ആരംഭിച്ചത് അള്ളാഹിന്റെ പേരില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹ്. എല്ലാവരും പറഞ്ഞത് അതാണ്. പക്ഷേ നിങ്ങൾ നോക്ക്, അവിടെ ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണെന്ന് പറഞ്ഞില്ല, കുത്തുബുൽ അഖ്താബ് എന്ന് പറഞ്ഞില്ല, ലോകത്തിന്റെ അച്ചുതണ്ടെന്ന് പറഞ്ഞില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനല്ല. എൻ്റെ മുരീദാരും നരകത്തിയില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവരെന്ന് ആരുടെയും ഉടമസ്ഥാധികാരങ്ങളെ പറഞ്ഞില്ല. അവിടെ ചോദ്യം ചെയ്യാൻ വരുന്ന മലായിക്കഥകളുടെ ദണ്ടുകള് പിടിച്ചു വാങ്ങിപ്പോകുന്ന കള്ളക്കഥകളെ പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരെ, ഒരു ദിവസം ചുരുങ്ങിയത് 17 തവണ അള്ളാഹുവിനോട് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയാണല്ലോ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചത് ആരാന്നറിയോ? ലോകത്തിന്റെ മുത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ സഅൽത ഫസ്അലില്ല വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്ക, സഹായം തേടുന്നുവെങ്കിൽ അതും അള്ളാഹുവിനോട് സഹായം തേടണമെന്ന് അള്ളാഹിന്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, എന്നിട്ട് അള്ളാഹിനോട് നമ്മൾ പറയാ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സമസ്തക്കാരൻ പറഞ്ഞതാണ്, മുജാഹിദുകാരൻ പറഞ്ഞതാണ്, തബ്ലീഗുകാരൻ പറഞ്ഞതാണ്, നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുത്തുബിയത്തിന് പോയി ആചാര വീട്ടിലെ അപ്പൊ ഉസ്താദ് ഒന്ന് മാറ്റി പറഞ്ഞു, بصرف آدي صراط أنت سالكه فالله أعطاكه وأنت مالكه. മുഹിയുദ്ദീൻ ശൈഖ് അങ്ങ് പ്രവേശിച്ചതായ, അങ്ങ് ഉടമപ്പെടുത്തിയതായ നേർമാർഗത്തിലോ ഞങ്ങളെ കൂടെ നയിക്കണേ ശൈഖ്. ആരോടാ? മുഹിയുദ്ദീൻ ശൈഖിനോട്. നിസ്കാരത്തിലോ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, നമുക്കത് വിശദീകരിക്കാൻ പറ്റിയ സന്ദർഭമില്ലാത്തതുകൊണ്ട്. ഇതിലൊക്കെ കുത്തുബിയത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. ഇതിലൊക്കെ ചോദിക്കുന്ന ആരോടാ? മുഹ്യിദ്ദീൻ ശൈഖിനോട്. മുഹ്യിദ്ദീൻ ശൈഖ് മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബുകളിൽ തൗഹീദ് പറഞ്ഞ പണ്ഡിതനാണ്. ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെ പള്ളിയാക്കണം. എന്നിട്ട് ആ ഹൃദയമാകുന്ന പള്ളിയിൽ അള്ളാഹിനോടുകൂടെ മറ്റാരോടും ദുആ ചെയ്യരുത് എന്ന് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്തിനെ ഉദ്ധരിച്ച് വിശദീകരിച്ച പണ്ഡിതനാണ് മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ കോഴിക്കോട് നിന്നും തമിഴ്നാട്ടിൽ നിന്ന് എഴുതിയുണ്ടാക്കിയ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ശൈഖിനെ പഠിച്ചത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ മക്കയിലും മദീനയിലൊക്കെ പോണ സന്ദർഭത്തിൽ മക്കയിലെ ജരീർ പബ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ബുക്ക് സ്റ്റാളിലൊക്കെ പോയി ചോദിക്കുക, 2 മുഹിയുദ്ദീന്മാരൊരു കുത്തുബിയത്ത് അവരിങ്ങനെ മേപ്പിട്ട് നോക്കും. അത് എന്ത് കിതാബാൻ? അത് എഴുതിയത് ഇവിടുന്നാണ്. കണ്ടന്നറിവാളൻ കാട്ടിത്തേരും പോലെ കാളി മുഹമ്മദാണ് അവർ എന്നോവർ, കോഴിക്കോട്ടെത്തുറ തന്നിൽ പിറന്നോവർ. കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ. കുതുബിയത്ത് എഴുതിയ ആൾ തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശി സ്വദഖത്തുല്ലാഹിൽ കാഹിലിയ. നിങ്ങൾ അവിടെ ചോദിക്കേണ്ടത് അബ്ദുൽ ഖാദർ ജീലാനിയുടെ കിതാബ് കിട്ടുമോ, മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കിതാബുണ്ടോ, ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ്, മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉന്യത്തു ത്വാലിബീൻ. അതെന്റെ ഉസ്താദുമാർ നമുക്ക് തരാത്തെന്നറിയോ? അത് പഠിപ്പിച്ചാൽ ഇവിടെ ഊതി വീർപ്പിച്ച സമസ്തവും അത് തകരുമെന്നുള്ളതിലെ ഒരു സംശയവുമില്ല.
അതുകൊണ്ടാണ് മൊയ്തീൻ ഷെയ്ഖിന്റെ പേര് പറഞ്ഞ് ഈ കിതാബ് പഠിപ്പിക്കണേ. എന്നിട്ട് കുത്തുബിയത്തിൽ ആരോടൊക്കെ തേടുന്നരോ, മിനൽ ജിന്നി വല്ലിൻസി കുബറാഇഹിം വറുഅസാഇഹിം, ജിന്നൗലിയാക്കളോട് വരെ. അവരുടെ പേരെന്താണ്? അഹ്മർ വത്തംറയാത്ത് വഹസ്സലഹ്കൂഷ് മൈമൂൻ ഹദലയാദ് നസ്സലസൂഷ് മൈമൂൻ സന്നിക് ശതദഷ്കൂഷ് അബിയദ് ശംഹൂർഷ് സൗബിആ അല്ലദീന ആഹദുല്ലാഹു വനബിയഹു സുലൈമാനു അലൈഹിസ്സലാം. നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ പറയാൻ, ഞാനൊന്ന് സ്ലോവിൽ പറഞ്ഞുതരാം. കുത്തിയിരുന്ന് എഴുതിയിരുന്ന് പഠിച്ചതാ. അഹ്മർ, തംറയാത്ത്, ഹസ്തശ്ലഹ്കൂഷ് മൈമൂൻ, ഹദലയാദ്, നെസ്തലസ്തൂഷ് മൈമൂൻ, സൊന്നിക്, ശതദഷ്കൂഷ്, അബിയദ്, ശംഹൂറഷ്, സൗബിആ, 11 ജിന്നൗലിയാക്കളോടാണ് ഇതൊക്കെ ഉണ്ടാക്കണേ. നിസ്കാരത്തിലൊക്കെ പടച്ചോനെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഒക്കെ പറഞ്ഞു അള്ളാഹിനോട്. ജൂത ക്രിസ്ത്യാനികളുടെ മാർഗ്ഗമില്ലാട്ടോ. നോക്കെ മറിയം ബീവിനോട് തേടിയൊരു മാർഗമൊന്നുമില്ല. എന്നിട്ട് എവിടുക്ക തേടാൻ പോണേ? മുനമ്പത്ത് ബീവിയോടാണ്. നമ്മൾ ഖബർ കിടക്കണവരല്ലാട്ടോ പറയണേ. അവരുടെ പേരിൽ ആളുകൾ നടത്തിക്കൂട്ടുന്നതിനെയാണ്. നിസ്കാരത്തിൽ റുക്വയിലെ പ്രാർത്ഥന അള്ളാഹിനോട്, സുജൂദിൽ അള്ളാഹിനോട്, 2 സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ അള്ളാഹിനോട്, അള്ളാഹിന്റെ മുത്തുനബി പഠിപ്പിച്ച ദീന് മുഴുവൻ അള്ളാഹിനോട്. ഇനി മഹാന്മാരെ ഔലിയാക്കളോട് സ്നേഹമില്ല എന്നുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത് അവിടെയും കാണാ. ഖബറിൽ കിടക്കുന്ന മഹാന്മാരാണെങ്കിൽ അള്ളാഹ് ഔലിയാക്കളുണ്ട്, അവർക്ക് കറാമത്തുണ്ട്. കറാമത്ത് പ്രകടമായാൽ ഔലിയാക്കളെ ബഹുമാനിച്ചോ, അവരെ ആദരിച്ചോ. പക്ഷെ അവരോടല്ല തേടേണ്ടത്. മക്കളില്ലാതെ പ്രയാസപ്പെട്ട സക്കരിയ അലൈഹിസ്സലാം പള്ളിയിലേക്ക് കടന്നു വരുമ്പോ പള്ളിയുടെ മിഹ്റാബിൽ വലിയത്തുല്ലാഹി മറിയം ബീവി ഇറക്കി കൊടുക്കണ പഴം തിന്നണ കണ്ടപ്പോ മറിയം ബീവി എനിക്കൊരു കുട്ടിയെ തരണേന്നല്ല, അവിടെ വെച്ച് അപ്പോ അതേ സന്ദർഭത്തിൽ സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, ഒരു നല്ല സന്താനത്തെ നൽകണേ അല്ലാഹ്. കറാമത്ത് കണ്ടു, കറാമത്ത് അംഗീകരിച്ചു. ആരാണോ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത് ആ റബ്ബിനോട് തേടി, കറാമത്ത് കണ്ടോരോട് തേടിയില്ല. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളൊക്കെയാണ് പ്രിയമുള്ളവരെ. ബദരീങ്ങൾ തേടിയത് അല്ലാഹുവോട്. ബദരീങ്ങളെ ബഹുമാനിച്ചോ, ബദരീങ്ങളെ ആദരിച്ചോ. ആ ബദരീങ്ങൾ തേടാൻ പഠിപ്പിച്ച 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്തില് ഇത് തസ്തഈസൂന റബ്ബക്കും, അവരുടെ റബ്ബിനോടാണ് അവർ ഇസ്തിആസ ചെയ്തതെങ്കിൽ ആ റബ്ബിനോട് നമുക്ക് തേടാ. മഹാരഥന്മാരായ ഔലിയാക്കളുടെ ജീവിതത്തിൽ അവരാരെ തേടണമെന്ന് പഠിപ്പിച്ചോ അവരെ നമുക്ക് തേടാം. അവർ പഠിപ്പിച്ച അള്ളാഹിനെ ആരാധിച്ചുകൊണ്ടുള്ള പാതകളെ നമുക്ക് അനുധാവനം ചെയ്യാം. ഖുർആനിന്റെ പാർശ്വത്തുകൂടെയല്ലാതെ പ്രിയമുള്ളവരെ നമുക്ക് വിജയമില്ല. ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് പ്രിയമുള്ളവരെ, ഇത് വാശിയല്ല, ഇത് വൈരാഗ്യമല്ല. മരണമെന്നുള്ളത് വെളിപ്പാടകലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, വെളിപ്പാടകലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയില്ല ഈ ധരിച്ച വസ്ത്രത്തിന്റെ ബട്ടൺ നമ്മളുടെ കൈക്കൊണ്ട് ധരിച്ചതാണെങ്കിൽ തിരിച്ച് ഇതേ കൈക്കൊണ്ട് തന്നെ അഴിച്ചു മാറ്റാൻ സാധിക്കുമോ? നമ്മളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കൈക്കൊണ്ട് അഴിക്കേണ്ടി വരുമോ എന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. നാളെയും ഇതുപോലൊരു സമയം നമ്മളിലൂടെ കടന്നു വരുമ്പോൾ ജീവനോടുകൂടെ എത്ര പേരെന്ന് പറയാൻ അറിയില്ല പ്രിയമുള്ളവരെ, കഴിയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇത്തിരി പോന്ന ജീവിതമാണ്. എന്ന് മരണം വന്നാലും പത്തരമാറ്റ ഈമാനിന്റെ റൂഹായി ലോകത്തോട് വിട പറയാൻ വിജയിക്കാനുള്ള മന്ത്രം വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകന്റെ ഹദീസിന്റെ പാതയങ്ങളാണെങ്കിൽ ആ മാർഗത്തെ പിന്തുടർന്ന് ആ മാർഗത്തിലൂടെ ജീവിച്ച് ലോകത്തോട് വിട പറയാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവേ ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണേ അല്ലാഹ്. കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവേ. എല്ലാം അറിയുന്ന റബ്ബേ, ഖൈറ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين وفي رفح وفي غزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.